നോളജ് ഈസ് ദ കീ ടു സക്സസ്. എന്തിനും ഒരു കീ ഉണ്ട് അല്ലെ? ബൈക്ക് സ്റ്റാർട്ട് ആകണമെങ്കിൽ ഒരു കീ ഉണ്ട്, കാർ സ്റ്റാർട്ട് ആക്കണമെങ്കിൽ ഒരു കീ ഉണ്ട്, വീട് തുറക്കണമെങ്കിൽ കീ ഉണ്ട്, അലമാര തുറക്കണമെങ്കിൽ കീ ഉണ്ട്, മൊബൈൽ തുറക്കണമെങ്കിലും കീ ഉണ്ട്, ഫിംഗർ പ്രിന്റ് കീ ഉണ്ട്, ലാപ്ടോപ്പ് തുറക്കണമെങ്കിൽ പാസ്വേഡ് ഉണ്ട്. എനിത്തിങ് എനിവേർ ദർ ഈസ് എ കീ റിക്വയർഡ്. എവിടെയും വേണം കീ. സോ ഇവിടെയും നമുക്ക് കീ ഉണ്ട്. ഈ ബിസിനസ്സിൽ വിജയത്തിലേക്കുള്ള ഡോർ തുറന്ന് കയറണമെന്നുണ്ടെങ്കിൽ ആ ഡോറിന്റെ താക്കോലാണ് നോളജ്. അറിവാണ് ആയുധം. സോ അറിവില്ലാതെ ഈ ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റില്ല. കാരണം ഈ ബിസിനസ്സിൽ ഇത്രയും വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ അറിവോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ വരുമാനം കിട്ടുകയുള്ളൂ. സോ ഈ ബിസിനസ് വളരെ ഈസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ, സിമ്പിൾ ആണ്. വൈ? ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട്. വളരെ സിമ്പിൾ ആണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ. ശരിയല്ലേ? ലക്ഷങ്ങളോ കോടികളോ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യണ്ട, മുദ്ര ലോൺ എടുക്കണ്ട, 10 50 പവൻ നമുക്ക് പണയം വെക്കണ്ട, വീട് പണയപ്പെടുത്തണ്ട, ഒന്നും വേണ്ട. ഇറ്റ് ഈസ് ഈസി ടു സ്റ്റാർട്ട് വിത്തൗട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഈ ബിസിനസ്സിൽ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ട് ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ പ്രോഡക്ട്സ് ആർ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ. എല്ലാ പ്രോഡക്ട്സും ഉപയോഗമുള്ളതും മൂല്യമുള്ളതാണ്. ശരിയല്ലേ? ഈ ബിസിനസ് വളരെ സിമ്പിൾ ആയിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്ട്സ് എടുത്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്തൗട്ട് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ്, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ. ഓൾ പ്രോഡക്ട്സ് ആർ യൂസ്ഫുൾ ആൻഡ് വാല്യുബിൾ. വൈ പീപ്പിൾ ആർ ഫെയിലിംഗ്? എന്നിട്ടും എന്താണ് ആൾക്കാർ ഇവിടെ പരാജയപ്പെടുന്നത്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. മൂല്യമുള്ള പ്രോഡക്ട്സ് ആണ്, യൂസ് ഉള്ള പ്രോഡക്ട്സ് ആണ്, ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഹൈലി ഇൻകം ഏണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള ഓപ്പർച്യൂണിറ്റി ആണ്. വൈ പീപ്പിൾ ആർ ഫെയിലിംഗ്? എങ്ങനെ വിജയിക്കുന്നു എന്ന് പറയുന്നേക്കാൾ മുമ്പ് എങ്ങനെ പരാജയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ പോലെ. ദാറ്റ്സ് റൈറ്റ്. സോ സക്സസ് ഫെയിലിയർ എന്താണ്? വൈ പീപ്പിൾ ആർ ഫെയിലിംഗ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സക്സസ് ആകുന്നത്, എന്തുകൊണ്ടാണ് ഫെയിലിയർ ആകുന്നത്? ഈസി ടു സ്റ്റോപ്പ്. തുടങ്ങാൻ എളുപ്പമുള്ളത് പോലെ തന്നെ ഇത് നിർത്താനും എളുപ്പമാണ്. നമ്മൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ നോ പെയിൻ നോ ഗെയിൻ. നമുക്ക് പെയിൻ ഇല്ല. 10,000 2,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട് കടന്നു വന്നു. ഒരിക്കലും അങ്ങനെ വരരുത്. ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര് മിനിമം ഒരു 25,000 റുപ്പീസിന്റെ പ്രോഡക്ട്സ് എങ്കിലും എടുത്തു വരണം. ഇല്ലാത്ത പൈസ അറേഞ്ച് ചെയ്ത് വരണം. എന്നാലേ ആ പ്രോഡക്റ്റ് എടുത്ത് വീട്ടിലിരുന്നാൽ മാത്രമേ ആ പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുകയുള്ളൂ, ഈ ബിസിനസിനെ പറ്റി പഠിക്കുകയുള്ളൂ, എങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് റീറ്റെയിൽ ചെയ്യണമെന്ന് നമ്മൾ പഠിക്കുകയുള്ളൂ. കാരണം നമുക്ക് പെയിൻ ഉണ്ട്. നമ്മുടെ 25,000 റുപ്പീസ് ഒരു ബോക്സിനകത്തായി കുറെ പ്രോഡക്റ്റ് ആയിരിക്കുകയാണ്. അത് നമുക്ക് വിറ്റ് നമ്മുടെ പൈസ തിരിച്ചു പിടിക്കണം. അങ്ങനെയുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് മിനിമം ഒരു 25,000 എങ്കിലും എടുത്തു വരണമെന്ന് പറയുന്നത്. ഇത് ഈസി ടു സ്റ്റോപ്പ്. നിസ്സാരമായ എമൗണ്ടിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എളുപ്പത്തിൽ നിർത്താൻ പറ്റും. അതുകൊണ്ടാണ് പല ആൾക്കാരും ട്രെയിനിങ് വിളിച്ചാൽ കയറില്ല. റീറ്റെയിൽ ചെയ്യാൻ കയ്യിൽ പ്രോഡക്റ്റ് ഇല്ല. പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ റീറ്റെയിൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ആ റിസൾട്ട് കിട്ടത്തില്ല, അതിന്റെ ഫീഡ്ബാക്കുകൾ കിട്ടത്തില്ല, കോൺഫിഡൻസ് ഉണ്ടാവില്ല. അടുത്ത എന്താണ് ഫെയിൽ ഓഫ് ആളുടെ കാരണം? ലാക്ക് ഓഫ് നോളജ്, അറിവില്ലായ്മ. ന്യായമായിട്ട് പർച്ചേസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രെയിനിങ് കയറും. കാരണം നമ്മൾ ഇട്ട പൈസ നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ. അതിന് അറിവ് വേണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ലാക്ക് ഓഫ് നോളജ് അടുത്ത പരാജയപ്പെടാനുള്ള ഒരു കാരണമാണ് അറിവില്ലായ്മ. അതിനാണ് ട്രെയിനിങ് എന്ന് എപ്പോഴും പറഞ്ഞു തരുന്നത്. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ശരിക്കും ഇതൊരു ക്ലാസ് റൂം ഓറിയന്റഡ് ബിസിനസ് ആണ് 60%. അടുത്ത പരാജയപ്പെടാനുള്ള കാരണം എന്താണ്? MLM, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈസ് എ ന്യൂ ഇൻഡസ്ട്രി. ഇതൊരു പുതിയ വ്യവസായമാണ്. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കോ നമ്മുടെ റിലേറ്റീവ്സിന്റെ ഇടയ്ക്കോ ആരും ഈ വ്യവസായം ചെയ്ത് വിജയിക്കാൻ സമയമായിട്ടില്ല. 2008 ഓഗസ്റ്റ് 8 ലീഗലൈസ്ഡ് ആയത്. നമ്മളായിരിക്കാം നമ്മുടെ ഫാമിലിയിലെ ഫസ്റ്റ് പേഴ്സൺ ഈ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സോ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കാതെ പുറത്തുള്ള നമ്മുടെ ബന്ധുക്കളോ റിലേറ്റീവ്സിനോട് അഭിപ്രായം ചോദിക്കാൻ നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പരാജയപ്പെടും. കാരണം എന്ത്? അവർക്ക് ഈ മേഖല എന്താണെന്ന് അറിയില്ല. അവർക്കറിയാൻ മാത്രം ഈ മേഖല വളരാനുള്ള സമയവും ആയിട്ടില്ല. ഇറ്റ്സ് എ ബിഗിനിങ്. ഇതൊരു തുടക്കം മാത്രമാണ്. ആ തുടക്കക്കാരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സോ അതുകൊണ്ട് നമ്മൾ പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ ഒരു പുതിയ മേഖലയായതുകൊണ്ട് നമ്മൾ പല ആൾക്കാരുടെ മുമ്പിൽ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ പുറത്തുനിന്ന് അഭിപ്രായം, ഈ ഇൻഡസ്ട്രിയിൽ ഇല്ലാത്ത ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാൻ നടക്കുമ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ മേലാത്തത് കൊണ്ട് അവരുടെ അഭിപ്രായം കേട്ട് നമ്മൾ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നോ മോർ എക്സ്പീരിയൻസ്. അടുത്തത് എക്സ്പീരിയൻസ് ഇല്ലായ്മ. എക്സ്പീരിയൻസ് ആകാൻ സമയമായിട്ടില്ല. 2.5 വർഷമേ ആയിട്ടുള്ളൂ ഈ ഇൻഡസ്ട്രി വന്നിട്ട്.
The people can do wrong way, wrong selling. തെറ്റായി ബിസിനസ് ചെയ്യുക, തെറ്റായ പ്രോഡക്റ്റുകൾ വിൽക്കുക. ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കേണ്ട സമയത്ത് വൺ കമ്പാനിയെ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഫുൾ കോംപ്ലിക്കേഷൻ ആവും. സോ ഈ ബിസിനസ് എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളത് പഠിക്കണം. പ്രോഡക്റ്റുകൾ എന്തൊക്കെ ആവശ്യത്തിനുള്ളതാണ്, എങ്ങനെയൊക്കെയാണ് കൊടുക്കണമെന്ന് പഠിക്കണം. ദി പീപ്പിൾ ക്യാൻ ഡു റോങ് വേ, റോങ് സെല്ലിംഗ്. തെറ്റായി ചെയ്യുന്നതുകൊണ്ടാണ് ഇത് പരാജയം വരുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്? നമ്മുടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. ഹിസ്റ്ററി ഓഫ് ഡയറക്ട് സെല്ലിംഗ്. ഈ വ്യവസായം 1995 ഡയറക്ട് സെല്ലിംഗ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. നിയമം ഒന്നും വന്നിട്ടില്ല. 2011 സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. ഈ വ്യവസായം ശരിയും തെറ്റുമായിട്ട് ഒരുപാട് കമ്പനികൾ വന്നു. 2011 സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു, ബാൻ ചെയ്തു. 2015 29 എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് പാസാക്കി. ഡയറക്ട് സെല്ലിംഗ് ലീഗലൈസ് ഉള്ള കമ്പനിക്ക് ചെയ്യാം. 2016 സെൻട്രൽ ഗൈഡ് ലൈൻസ് വന്നു. 2017 നോഡൽ ഓഫീസർ വന്നു. 2018 കേരള ഗവൺമെന്റ് ഗൈഡ് ലൈൻ പാസാക്കി. മോണിറ്ററിംഗ് മെക്കാനിസം ഇവിടെ ഫോം ചെയ്തു 2018 ഓഗസ്റ്റ് 8. സോ ഇത്രയും കാര്യങ്ങൾ ഡയറക്ട് സെല്ലിംഗിലുണ്ട്. ഇത്രയും കാര്യങ്ങളിലൂടെയാണ് ഈ ബിസിനസ് ലീഗലൈസ്ഡ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, 2018 ഓഗസ്റ്റ് 8 ശേഷമല്ലേ ഇത് തുടങ്ങിയിരിക്കുക? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആൾക്കാർക്ക് ഇത് അറിയാനുള്ള സമയമായോ? ഒരിക്കലുമില്ല. നമ്മൾക്കാണ് ഇതിനുള്ള ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്, അറിവ് കിട്ടിയിരിക്കുന്നത്. സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിംഗ് 2011 സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം ഇത് 2014 ലീഗലൈസ്ഡ് ആക്കാൻ വേണ്ടി ഫിക്കിനെയാണ് പഠിക്കാൻ ഏൽപ്പിച്ചത്. ഈ മൂന്ന് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഇത് പഠിച്ച് ലീഗലൈസ്ഡ് ആക്കാൻ വേണ്ടി റിപ്പോർട്ടുകൾ കൊടുത്തത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻ ഇന്ത്യ, ഇൻഡിപെൻഡന്റ് റെഗുലേറ്ററി വന്നിരിക്കുന്നു. ലൈക്ക് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ, IRD ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പോലെ, ടായ് ടെലിഫോൺ റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പോലെ, സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇങ്ങനെയുള്ള വലിയ വ്യവസായത്തിനെ മോണിറ്റർ ചെയ്യുന്നത് പോലെ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ, ഈ വ്യവസായത്തിനെ മോണിറ്റർ ചെയ്യാൻ ഒരു ഓർഗനൈസേഷൻ വന്നു. ദാറ്റ് ഈസ് കോൾഡ് FDSA, ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ഇങ്ങനെയൊക്കെ ഒരു ഓർഗനൈസേഷൻ ഫോം ചെയ്താണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ ബിസിനസ് ഇന്ത്യയിൽ റൺ ചെയ്യുന്നത്. ഇത് 2018 ഓഗസ്റ്റ് 8 ടാഗൂർ സ്റ്റേഡിയത്തിൽ, തിരുവനന്തപുരത്ത് വെച്ച് ടാഗൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള ഈ ഒരു ബിസിനസിനെ ലീഗലൈസ്ഡ് ആയി പ്രഖ്യാപിച്ച ദിവസം ആണ് ഇത്. ഇത്രയും ആൾക്കാരുടെ സാന്നിധ്യത്തിൽ വെച്ചിട്ടായിരുന്നു ആ ഒരു സെമിനാർ കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് ലീഗലൈസ്ഡ് ആയി ഒരു മോണിറ്ററി മെക്കാനിസം ഫോം ചെയ്തത്. അന്ന് അതിന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഹോർഡിങ്സ് ഒക്കെയാണ് അന്ന് ഫ്രണ്ടിൽ വെച്ചിരുന്ന ആ ദിവസം, അത് ലീഗലൈസ്ഡ് ആകുന്ന ദിവസം അതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഹോർഡിങ്സ് ഒക്കെയാണ്. സോ ഇത് ലീഗലൈസ് ചെയ്തതിനു ശേഷം ഒരു പുസ്തകവും പ്രിന്റ് ചെയ്തിറക്കി. ഗിഫ്റ്റ്, ഇന്ന് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ അണ്ടറിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നിൽക്കുന്നത്. അദ്ദേഹം പുസ്തകവും പ്രിന്റ് ചെയ്തിറക്കി. ആ ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് സന്ദേശവും പറഞ്ഞു, ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സുകളെ നിയന്ത്രിക്കുവാൻ കേന്ദ്ര സർക്കാർ, അതായത് FDSA പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശ രേഖയുടെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ സംസ്ഥാന മാർഗനിർദ്ദേശയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ഒരു കൈപുസ്തകം തയ്യാറാക്കിയതിൽ വളരെ സന്തോഷമുണ്ട്. അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സെന്റൻസ്. ഈ പുസ്തകം ഡയറക്ട് സെല്ലിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവരെ നിയന്ത്രിക്കുന്ന വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പ്രയോജനപ്പെടട്ടെ. എന്താണ് നമ്മൾ ഈ ഒരു അവസരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പല ആൾക്കാരും പുറകിലോട്ട് വലിക്കാനും പല ആൾക്കാരും ഒരുപാട് ഡൗട്ട്സുകൾ ചോദിച്ചാലും അനാവശ്യമായിട്ട് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകത്തിന്റെ വില 50 രൂപയുള്ളൂ, എടുത്ത് ഫ്രണ്ടിൽ വെച്ച് കൊടുക്കണം. നിങ്ങൾ ഇത് വായിക്കൂ. ഇനിയും നിങ്ങളുടെ ഡൗട്ടുകൾ തീർന്നില്ല എന്നുണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ വേണ്ടിയുള്ള എന്ത് ഇൻഫർമേഷൻസും ഞാൻ എടുത്തു തരാൻ തയ്യാറാണ്. ഇന്ന് മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ഈ വ്യവസായം ചെയ്യുന്ന ആൾക്കാരെ എല്ലാം ഓതറൈസ്ഡ് ചെയ്യുകയാണ്. ഇന്ത്യ ഗവൺമെന്റിലെ മിനിസ്ട്രി ഓഫ് സ്കിൽ ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന്റെ ലൈസൻസ് കൊടുത്തിട്ട് ഓതറൈസ്ഡ് സെയിൽസ് പേഴ്സൺ, അശോക സ്തംഭം വെച്ച ലൈസൻസ് തരികയാണ്. ഇതിനിടയ്ക്ക് ആരോടാണ് പുറത്ത് അഭിപ്രായം ചോദിക്കേണ്ടത്? ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. സോ ഇതൊരു ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസായമാണ്. എല്ലാ ട്രേഡ് യൂണിയനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. AITUC, CITU, INTUC, BMS, SITU, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് ഫെഡറേഷൻ, അതാണ് MMEF. മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ആണ് CITUവിന്റെ. നന്മ,
INTUCന്റെ ഇതെല്ലാം ഇത്രയും യൂണിയനിലുള്ള ആൾക്കാര് ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്നു. വൈ? അവർക്കറിയാം ഇനി വരുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർക്ക് വ്യക്തമായ ദീർഘവീക്ഷണമുള്ള ആൾക്കാരാണ്. ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് ഡയറക്ട് സെല്ലിംഗ് വ്യവസായത്തിൽ നിൽക്കുന്ന ആൾക്കാർ. കാരണം അത്രയും ശക്തമായിട്ട് വളർന്നു വരുന്ന മേഖല. വരും സമയത്ത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഈ മേഖലയിലോട്ട് വരികയും ഇതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത്. സോ ലോകത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ എംപ്ലോയി യൂണിയനായിട്ട് വളരാൻ പോകുന്ന ഒരു മേഖലയാണ് ഡയറക്ട് സെല്ലിംഗ്. ചിന്തിക്കണം, വെറും തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഏറ്റെടുക്കണോ വേണ്ടേ? ഇത് പി തിലോത്തമൻ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തതാണ് ഈ ഒരു വാർത്ത. വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇപ്പോഴും വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇത് കിടപ്പുണ്ട്, റിമൂവ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. സോ ഇങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് ഇതിനെ പരിഗണിക്കുന്നത്. കേരള ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റിലും കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സ്റ്റേറ്റിലും ഒരു നോഡൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ നോഡൽ ഓഫീസറാണ് ഈ ബിസിനസിനെ ഫുള്ള് നോക്കാനും ഇതിനെ കൺട്രോൾ ചെയ്യാനും ഒക്കെ, ഇതിന്റെ ലീഗൽ സൈഡൊക്കെ നോക്കാനും ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ നരസിംഹ റെഡ്ഡി. ഒരു IAS റാങ്കിലുള്ള ഓഫീസറാണ് നോഡൽ ഓഫീസറായിട്ട് മോണിറ്ററിംഗ് അതോറിറ്റി വെച്ചിരിക്കുന്നത്. സോ വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ്? ഇനി അടുത്തത് എന്താണ് ഈ വ്യവസായം എന്ന് നമുക്ക് മനസ്സിലാക്കണം. വാട്ട് ഈസ് ഡയറക്ട് സെല്ലിംഗ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്? എന്താണ് ഈ വ്യവസായം? ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ന്യൂ മാർക്കറ്റിംഗ് മെത്തേഡ്. ഇതൊരു പുതിയ മാർക്കറ്റിംഗ് മെത്തേഡ് ആണ്, ബിസിനസ് കൺസെപ്റ്റ് ആണ്, ഇതൊരു ആശയമാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലാണ് ഇലക്ട്രോണിക് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ ലൈക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ, സ്വിഗ്ഗി, യൂബർ, സൊമാറ്റോ ഇതുപോലെയൊക്കെയുള്ള ഒരു ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. ഇതിന്റെ വേഗത എന്തുമാത്രമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനോട് ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്ന ഒരു വ്യക്തി 3 മുതൽ 5 വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരു കോടീശ്വരനാകുന്നത്? 5 വർഷം കഴിഞ്ഞ് ആള് മരിച്ചു പോയെങ്കിൽ പോലും വരുമാനം എങ്ങനെയാണ് കുറയാതെ കൂടിക്കൊണ്ടേയിരിക്കുന്നത്? എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? സോ ഈ ബിസിനസിന്റെ രീതിയാണ്, ഇതൊരാശയമാണ്, ഇതൊരു കൺസെപ്റ്റ് ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് എന്താണെന്ന് മനസ്സിലാവുന്ന ഞാൻ എക്സാമ്പിൾ പറയാം. എന്താണ് ഈയുടെ പവർ? ഇലക്ട്രോണിക് ഈയുടെ പവർ എന്താണ്? പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പേരൻസ് ഒക്കെ ഗൾഫിലോട്ടൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഗൾഫിലോട്ടൊക്കെ ഉള്ളപ്പോൾ ഒരു 30 വർഷം മുമ്പേയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ നിന്ന് ഫോൺ ഉണ്ടാവണമെന്നില്ല. വളരെ സാമ്പത്തികമായിട്ട് മുകളിൽ നിൽക്കുന്ന ആൾക്കാരുടെ വീട്ടിലൊക്കെ ഫോണുള്ളൂ. നമ്മൾ സാധാരണക്കാരെല്ലാം ആശ്രയിച്ചുകൊണ്ടിരുന്നത് ഇല്ലന്റിനെയാണ്, എയർമെയിലിനെയാണ്. ശരിയല്ലേ? എയർമെയിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇല്ലന്റ് വാങ്ങിക്കും, എയർമെയിൽ വാങ്ങിക്കും, നമ്മൾ അതിനകത്ത് ലെറ്റർ എഴുതും, നമ്മൾ പോസ്റ്റ് ചെയ്യും, അത് എയറിൽ പോകും, എയറിൽ തിരിച്ചു വരും, റിട്ടേൺ 10-15 ദിവസം എടുക്കും. പക്ഷേ ആ എയർമെയിലിന്റെ കാലഘട്ടം മാറിയിട്ട് ഇന്ന് എയറിന്റെ സ്ഥാനത്ത് ഒരു വന്നു. മെയിൽ അതുപോലെ തന്നെ നിൽപ്പുണ്ട്. മെയിലിന് മാറ്റമൊന്നുമില്ല, കത്ത് ആശയവിനിമയം നടത്തുന്ന കത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷേ എയർ മാറിയിട്ട് എയറിന്റെ സ്ഥാനത്ത് ഒരു വന്നു, എയർമെയിൽ മാറി ഇമെയിലായി. ഇമെയിൽ ആയി കഴിഞ്ഞപ്പോ ചെലവുണ്ടോ? ഇല്ല. 15 ദിവസം കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഇന്ന് 15 സെക്കൻഡ് കൊണ്ട് നടക്കുന്നില്ലേ? ദാറ്റ് ഈസ് ദ കപ്പാസിറ്റി ഓഫ് ടെക്നോളജി. അതാണ് ടെക്നോളജിയുടെ കപ്പാസിറ്റി. ഈ ബിസിനസ് മനുഷ്യനും ടെക്നോളജിയും കൂടെ ലിങ്ക് ചെയ്ത് ചെയ്യുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ ടെക്നോളജിയുടെ വേഗത ഇതിനകത്ത് ഒരുപാടുണ്ട്. മനുഷ്യന്റെ കഴിവുകളും ഇവിടെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഡിസ്ട്രിബ്യൂഷൻ മാറി ഈ ഡിസ്ട്രിബ്യൂഷന്റെ ഭാഗമായി നമ്മൾ നിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, without land, labor and capital, the only way to create true wealth is direct selling. ലാൻഡും ലേബറും ക്യാപിറ്റലും ഇല്ലാതെ ട്രൂ വെൽത്ത്, യഥാർത്ഥ സമ്പത്ത് ഉണ്ടാക്കാൻ ഇന്നൊരു സാധാരണക്കാരന് ലോകത്തിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ഡയറക്ട് സെല്ലിംഗ്. സോ മോസ്റ്റ് മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക് ആണിത് ഇൻ ദ വേൾഡ്. ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക് മാർക്കറ്റിംഗ് ത്രൂ ഇന്റർനെറ്റ് ആണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. ലോകത്ത് ഒരുപാട് ഇൻഡസ്ട്രി ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. ബി പ്രൗഡ്. ഭാഗ്യമുള്ള ആൾക്കാർക്ക് ഈ സമയത്ത് ഈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയുള്ളൂ. അതിനകത്ത് രണ്ടാമത്തെ കാര്യമുണ്ട്, ബെസ്റ്റ് കമ്പനിയിൽ വരിക എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഭാഗ്യം കൂടെയാണ്. മൂന്നാമത്തെ ഒരു ഭാഗ്യം, ഇന്ന് നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ ലോകത്തിലെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മാത്രം ലിങ്ക് ചെയ്തല്ല നമ്മൾ നിൽക്കുന്നത്. ലോകത്തിൽ അടുത്തൊരു മേഖല ഫാസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ദാറ്റ് ഈസ് വെൽനസ് ഇൻഡസ്ട്രി.
പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അസുഖം വരുന്നതിന് മുമ്പേ അസുഖം വരാതിരിക്കാൻ നോക്കുക. ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ, ആ വെൽനസ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നിൽക്കുന്നുണ്ട്. ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്, ഇനി അടുത്ത ഫാസ്റ്റ് ആയിട്ട് വളരുന്ന ഒരു മേഖലയാണ്. ലുലു പോലെയൊക്കെയുള്ള ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ, അതുപോലെ ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ലോകത്ത് വളർച്ചയുള്ള 3 മേഖലയിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. ദ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, ഓർഗനൈസ്ഡ് റീറ്റെയിലിംഗ്, അതുപോലെ തന്നെ വെൽനസ് ഇൻഡസ്ട്രി. ഈ 3 മേഖലയും ഒരുപോലെ ചേർത്തിണങ്ങി കിടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. സോ ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും മന്ത്രി. ഡയറക്ട് സെല്ലിംഗ് തട്ടിപ്പിന് നടക്കില്ല. പത്രത്തിൽ വന്നതാണ്. ഡയറക്ട് സെല്ലിംഗ് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ അനുമതി. ഇന്ന് എംപ്ലോയി ശരിക്കും ഇന്ന് ഒരു തൊഴിൽ വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആൾക്കാർക്ക് തൊഴിൽ നൽകാനും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഒരു മേഖലയിലേക്ക് തിരഞ്ഞെടുക്കാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബൂമിംഗ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഗ്രോത്ത് ടു 64,000 crore 2025. 2025ഓടെ ഏതാണ്ട് 64,000 കോടി രൂപയുടെ വിറ്റുവരവായി മാറാൻ പോകുന്ന ഒരു വ്യവസായത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന്റെ പെർസെൻറ്റേജ് പിടിക്കാൻ പറ്റും. നിങ്ങളുടെ ടീമിൽ ആ 64,000 കോടിയുടെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അതിന്റെ 12% ലക്ഷങ്ങളോ കോടികളോ ആയിട്ട് നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കാനും പറ്റും. സോ ഇറ്റ്സ് എ ബിഗിനിങ്. ഇതൊരു തുടക്കം മാത്രമാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ്. സ്കോപ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷനായിട്ട് പല രാജ്യങ്ങളിലും തെരഞ്ഞിരിക്കുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. ഇവിടെ അങ്ങനെ ബെസ്റ്റ് പ്രൊഫഷൻ ആകണമെന്നുണ്ടെങ്കിൽ മിനിമം അതിന്റെ തുടക്കമെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ 2025 2030 ഇത് ബെസ്റ്റ് പ്രൊഫഷൻ ആണെന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർ അംഗീകരിക്കുള്ളൂ. വൈ? എങ്ങനെ? ഇതിപ്പോൾ ഒരു തുടക്കമാണ്. ഇന്നിപ്പോ ബെസ്റ്റ് പ്രൊഫഷൻ എന്ന് വെച്ചാൽ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അല്ലെങ്കിൽ ഫിസിക്കൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇവരൊക്കെയാണ് ബെസ്റ്റ് പ്രൊഫഷൻ. ശരിയല്ലേ? നമ്മളൊന്ന് ചെയ്തു പറയുന്നു ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊഫഷൻ ഞാൻ ചെയ്യുന്നതാണ്. ഓഹോ, നീ ചെയ്യുന്നതാണല്ലേ? കുറച്ച് പ്രോഡക്ട്സ് നീ വാങ്ങിച്ചുകൊണ്ട് നീ ചെയ്യുന്നതാണോ ബെസ്റ്റ് പ്രൊഫഷൻ? ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റും. 2025ഓടെ 10-25 കിലോമീറ്ററിനിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഈ ഇൻഡസ്ട്രിയിലൂടെ വർക്ക് ചെയ്യുന്ന അച്ചീവേഴ്സ് ഉണ്ടാകും. അവരുടെ വീടുകളായിരിക്കും ഏറ്റവും വലുത്, അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങളായിരിക്കും ഏറ്റവും വലുത്. അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇവിടുത്തെ സമൂഹം മനസ്സിലാക്കും ഇതാണ് ലോകത്തിലെ ബെസ്റ്റ് പ്രൊഫഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025ഓടെ വലിയൊരു ഇരച്ചി കയറ്റമായിരിക്കും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരിക ഒരു വിഭാഗം ആൾക്കാർ. സോ അന്ന് കോമ്പറ്റീഷൻ ഉണ്ടാകും. അതുവരെ വെയിറ്റ് ചെയ്യണോ? 2025 വരെ വെയിറ്റ് ചെയ്യണോ അതോ 2021 ചെയ്യുന്നതാണോ നല്ലത്? സോ ബെറ്റർ 2021 ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കാൻ, കൈ കിട്ടാൻ ഐഡി കിട്ടി, അത് വെച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ഡു യുവർ വർക്ക്. ബെസ്റ്റ് പ്രൊഫഷൻ ആണെന്ന് നാളെ ആൾക്കാർ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടിട്ടായിരിക്കണം നിങ്ങളുടെ ബന്ധുക്കളും റിലേറ്റീവ്സും പറയുന്നത്. ഡയറക്ട് സെല്ലിംഗ് ഒരു ബെസ്റ്റ് പ്രൊഫഷനാണ്. എൻ്റെ ഫാമിലിയിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. സോ ഇന്ന് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റും, ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക്, ഈ കമ്പനിയിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ എന്നെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നെ നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ തിരഞ്ഞെടുക്കരുത് ഈ മേഖല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ആ പറഞ്ഞ ആൾക്കാർ തന്നെ പലപ്പോഴും പലരെ ആളുടെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. നല്ല പ്രോഡക്റ്റ് ആണ് അവൻ്റെത്, നല്ല വരുമാനം കിട്ടുന്നുണ്ട്, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വരുമാനമാണ് കിട്ടുന്നത്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയായി എനിക്ക് മാറാൻ സാധിച്ചു. അതെന്റെ കഴിവല്ല, ഞാൻ കാലഘട്ടത്തിന്റെ ബിസിനസ്സായ ബെസ്റ്റ് പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തു. ദാറ്റ് ഈസ് ഡയറക്ട് സെല്ലിംഗ്. തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ഇതിനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ആർ യു ലിവിങ് അപ്പോൺ യുവർ ഡ്രീംസ്? വെറുതെ ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. വെറുതെ ജീവിക്കാനാണെങ്കിൽ നേരത്തെ ഞാൻ മാക്സ് ലൈഫിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് ജീവിക്കാനുള്ള ശമ്പളം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളെല്ലാം ജീവിച്ചു മരിച്ചു പോകുന്ന ആൾക്കാരാണ്. ആ ചെറിയ സ്പാൻ ഓഫ് ടൈമില്, ഈ ചെറിയ സമയത്ത് നമുക്ക് മാക്സിമം ഈ ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്ത് ഇവിടെ കിട്ടുന്ന നല്ല സുഖസൗകര്യങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ചു പോകണം. പല ആൾക്കാർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷെ ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാരണം ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന
ഒരു ഓപ്പർച്യൂണിറ്റിയിലല്ല പല ആൾക്കാരും നിൽക്കുന്നത്. സോ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ആർ യു ലിവിങ് അപ്പോൺ യുവർ ഡ്രീംസ്? നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള സ്ഥലങ്ങൾ, ഇഷ്ടപ്പെട്ടുള്ള വസ്ത്രം, ഇഷ്ടപ്പെട്ട വീട്, ഇതിലൊക്കെയാണോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് പറയാൻ പറ്റുമോ ഇപ്പോൾ ജീവിക്കുക? എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു. കാരണം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നോ വേ, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വരുമാനമില്ല, ഇൻകം ഇല്ല. സോ ആർ യു ലിവിങ് അപ്പോൺ യുവർ ഡ്രീംസ്? നിങ്ങളുടെ ഡ്രീംസിന് തത്തുല്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈലാണോ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്തത്? കോംപ്രമൈസ് ഇൻ ട്രാവലിംഗ്. സാധാരണ ആൾക്കാര് ഏറ്റവും കൂടുതൽ പല കാര്യത്തിനും കോംപ്രമൈസ് ആയി പോവാണ്. യാത്ര ചെയ്യണം, 2 ടയറും 3 ടയറും ഒക്കെ ഉണ്ട്, അല്ലെ സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ച് യാത്ര ചെയ്യാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് കോംപ്രമൈസ് ചെയ്യുന്നത്? ഫ്ലൈറ്റും എ സിയും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണോ? ഇല്ല, എനിക്ക് താല്പര്യമില്ല, എനിക്കിങ്ങനെ ഇടിയും കൊണ്ട് റെയിൽവേയുടെ പിന്നെ അവിടെ എന്താ പറയുക, നിലത്ത് കിടന്ന് ഉറങ്ങിപ്പോണം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ സൈഡിലിരുന്ന കാറ്റ് കൊണ്ട് എൻ്റെ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന കമ്പിയെ പിടിച്ചു. ഞാൻ പോയിട്ടുണ്ട് ആ സ്റ്റെപ്പിലൊക്കെ താഴെ ഇരുന്ന കമ്പിയെ പിടിച്ചോണ്ട്. കാരണം സീറ്റില്ല, റിസർവേഷൻ ഇല്ല, ലോക്കലിലാ പോണതേ. അപ്പൊ എനിക്ക് കാറ്റോ കൊണ്ട് പോയാൽ മതിയോ? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് കുറഞ്ഞ ടിക്കറ്റ് എടുക്കുന്നു. നമുക്ക് നമ്മുടെ സ്ഥലത്തെത്തണം, കയ്യിൽ കാശില്ല. ഞാനും ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ കോംപ്രമൈസ് ഇൻ ട്രാവലിംഗ്. പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ യാത്രകളിൽ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. കോംപ്രമൈസ് ഇൻ ലിവിങ്. പലരും പല ഹൈജീനിക് അല്ലാത്ത സാഹചര്യത്തിലും ഒരുപാട് മെമ്പേഴ്സും ഒക്കെ ആയിട്ട് പലപ്പോഴും വെള്ളപ്പൊക്കം വന്നാലോ, പലപ്പോഴും നല്ല മഴ വന്നാലോ ഒക്കെ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ്. പലപ്പോഴും വീട്ടിന്റെ ഫ്രണ്ടിലൊക്കെ ചെളിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇന്റർലോക്ക് ഇടണം, ആഗ്രഹമുണ്ട്. ഇന്റർലോക്ക് ഒക്കെ ഒന്ന് ഇടണം, ഒരു കാർപോർച്ച് കെട്ടണം, ഒരു മുറിയും കൂടെ എടുക്കണം. ആപ്പാടെ വീട് മുഷിഞ്ഞു നിൽക്കുകയാണ്, ഒന്ന് പെയിന്റ് ചെയ്യണം. ഫ്രിഡ്ജ് പോയിട്ട് കുറെ കാലമായി, വാഷിംഗ് മെഷീൻ പോയിട്ട് കുറെ കാലമായി, നന്നാക്കി അത് തന്നെ മടുത്തു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ, ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇടയിൽ കൂടെ പോയ ആളാവട്ടോ, എനിക്കതാണ് ഇത് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത്. ഒരു ഇൻവെർട്ടർ വെക്കണം. ഇതൊക്കെ ഒരു സാധാരണക്കാരന്റെ ആവശ്യമാണ്, ബേസിക് നീഡ്സ് ആണ്. ഇതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാ? അല്ല, കാശുണ്ട്, എനിക്കിതൊന്നും താല്പര്യമില്ലേ. ഞാൻ വളരെ എളിയ ജീവിതമാണ് പിന്നെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ? താല്പര്യമില്ലാഞ്ഞിട്ട്? അങ്ങനെയല്ല. കറൻസി, വാല്യൂ ഓഫ് മണി. പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാത്തത്. പൈസ ഉണ്ടെങ്കിൽ എല്ലാവരും നന്നായി ജീവിച്ചു പോകും. സോ കോംപ്രമൈസ് ഇൻ ലിവിങ്, കോംപ്രമൈസ് ഇൻ ട്രാവലിംഗ്. ഇതാ നോക്ക്, ഈ മഴ സമയം വരുവാണ്. പലപ്പോഴും വണ്ടിയെ പോകുമ്പോൾ ഹസ്ബൻഡും വൈഫും കുഞ്ഞു കുട്ടീനെയൊക്കെ ബാക്കിൽ വെച്ചിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. ഒരു കൈ കൊച്ചിനെയും ഒരു കൈ ഹസ്ബൻഡിനെയും പിടിച്ചിട്ടുണ്ട്. പലപ്പോഴും ടെൻഷനാണ്. പല സ്ത്രീകളും ഇരിക്കാൻ നേരത്ത് അവരുടെ ഷോളൊക്കെ ഇങ്ങനെ പിന്നെ താഴത്തോട്ട് വീണെടുക്കാൻ നമുക്ക് ടെൻഷനാണ്. പലപ്പോഴും വണ്ടി കൈ കാണിച്ചിട്ട് ചവിട്ടി നിർത്തിയിട്ട് ഷാൾ എടുത്ത് നേരെ ഇടാൻ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനും ഇങ്ങനെ പോയിട്ടുണ്ട്, വൈഫൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് ഇവിടെ വരുന്നതിന് മുമ്പ്. നോക്കി എത്ര പേരാ യാത്ര ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യയിൽ എവിടെയാ? 3, 6, താഴെ ഒരു പട്ടിയുണ്ട്, 7 പേരൊക്കെ. ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നത് ഇതൊരു സാഹസികം. എനിക്ക് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര അഡ്വഞ്ചറായിട്ട് താല്പര്യമുള്ള ആളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പോണത്. കാറൊക്കെ വീട്ടിലുണ്ടേ, പക്ഷെ എനിക്ക് ഭയങ്കര അഡ്വഞ്ചറൊക്കെ താല്പര്യമാണ്. അതുകൊണ്ടാണോ? ഒരിക്കലും അല്ല. സാഹചര്യം, സിറ്റുവേഷൻ, അതാണ് നമ്മളെ ഇങ്ങനെയൊക്കെ നടത്തുന്നത്. സോ ഡ്രീംസ് നമുക്ക് വേണം. നമുക്ക് വിജയിക്കണമെന്നൊരു തീരുമാനം ഉണ്ടാകണം. അങ്ങനെ വിജയിക്കണമെന്നൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റുന്ന സ്ഥലത്ത് നമ്മൾ നമ്മുടെ എനർജി ഇടണം, നമ്മുടെ അധ്വാനം ഇടണം, നമ്മുടെ സമയം കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകണം. സ്വപ്നങ്ങളുള്ള ആൾക്കാർക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ശരിക്കും പറഞ്ഞാൽ MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഈ കമ്പനിയും ഇതിന്റെ അവസരവും. കാരണം ജീവിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണ്ട. ഡ്രീം, സ്വപ്ന തുല്യമായ ഒരു ജീവിതം ജീവിക്കാൻ, സ്വപ്ന തുല്യമായ ഒരു ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇങ്ങോട്ട് വരേണ്ടത്. സോ ഇവിടെ വരുന്ന ആൾക്കാർക്ക് വ്യക്തമായ ടാർഗറ്റ് ഉണ്ടാവണം, വ്യക്തമായ ഡ്രീം ഉണ്ടാകണം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിൽ വന്ന് ആദ്യമായിട്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ഡ്രീംസ് ഒക്കെ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. എന്താണ് സ്വപ്നം? ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് യഥാർത്ഥ സ്വപ്നം. ഉറക്കത്തിൽ ഞാനും എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട്. ആന കുത്താൻ വരുന്നു, കൊക്കയിൽ നിന്ന് താഴോട്ട് വരുന്നു, വണ്ടി മറിഞ്ഞു പോകുന്നു. ഇതുപോലെയൊക്കെ ഉറക്കത്തിലൊക്കെ ഞാനും സ്വപ്നങ്ങളുണ്ട്. അതാണോ സ്വപ്നം? അതല്ല. ഉറങ്ങാൻ കിടക്കുമ്പോ, ഉറങ്ങുന്നതിന് മുമ്പ് പതുക്കെ ഒന്ന് ആലോചിക്കുക, ഒന്ന് കണ്ണടയ്ക്കുക. ഈ കമ്പനി 2,16,000 വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്.
2-10 വേണ്ട, ആഴ്ച 25,000 രൂപ കിട്ടിയ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് ചുമ്മാ അതൊന്ന് ആലോചിക്കണം. ആഴ്ച 25,000 ഒന്ന് ആലോചിച്ചേ. ആഴ്ച 25,000 രൂപ ഇപ്പൊ എനിക്ക് കിട്ടിയാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? എന്തൊക്കെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റും? ചിന്തിക്കണം. ഇതാണ് നമ്മള് ഉണർന്ന് കിടക്കുമ്പോൾ കാണുന്ന സ്വപ്നം. ദിവാസ്വപ്നം കാണുന്ന പണ്ട് ആൾക്കാർ. നീ എന്തോടാ ദിവാസ്വപ്നം കാണുവാണോ? ഈ ഇൻഡസ്ട്രി വന്നിട്ടുള്ള ആൾക്കാർ ദിവാസ്വപ്നം കാണണം. ആ സ്വപ്നങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി പ്രവർത്തിച്ചാൽ ഇവിടെ നടക്കുന്നൊരു പ്ലാറ്റ്ഫോമാണ്. ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുക. നല്ല പാന്റ്, നല്ല ഷർട്ട്. ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ചുരിദാർ, സാരിയൊക്കെ സ്വപ്നം കാണണം. അത്യാവശ്യം വിലയുള്ള പാന്റും ഷർട്ടും ഒക്കെ 1,000, 500 തുടങ്ങി ചെറിയ ചെറിയ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുമ്പോൾ 500, 750 തുടങ്ങി പതുക്കെ വാൻ ഹുസൈനും ലൂയിസ് ഫിലിപ്പിന്റെ ഒക്കെ ഒരു ഷർട്ടൊക്കെ സ്വപ്നം കാണണം. പെർഫോമൻസ് ബോണസ് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ള ആൾക്കാരൊക്കെ പെർഫോമൻസ് ബോണസ് പ്ലാൻ ചെയ്യണം. 5,000 രൂപ കിട്ടും. എന്നിട്ട് പ്ലാൻ ചെയ്യണം, ഒരു ലൂയിസ് ഫിലിപ്പിന്റെ ഷർട്ടും ഒരു ലൂയിസ് ഫിലിപ്പിന്റെ പാന്റും ഞാനും വാങ്ങിയിടും. ഇത് വാങ്ങിക്കാതിരുന്നിട്ട് ഇത് ഉപയോഗിക്കാതിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതിനേക്കാളും നല്ലത് കമ്പനി മന്ത്ലി പെർഫോമൻസ് ബോണസ് തരുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് പ്ലാൻ ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 5,000 റുപ്പീസ് കിട്ടും. എന്തുകൊണ്ടായിക്കൂടാ? വൈ നോട്ട്? തരാൻ തയ്യാറാണ്. വാങ്ങിക്കൂ, ഉപയോഗിക്കൂ. സോ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ. മൊബൈൽ ഫോൺ ആഗ്രഹമുണ്ട്. ഞാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ പൊട്ടിയ മൊബൈൽ ഫോണും കൊണ്ട് ഇവിടെ വരുന്നതിന് മുമ്പേ കുറെ കാലം നടന്നിട്ടുള്ളതാ. സൈഡേ പൊട്ടിയിട്ടുള്ളല്ലോ. പിന്നീട് പൊട്ടി ആ ടച്ചയിൽ അങ്ങോട്ട് തൊടാൻ നേരത്ത് പതുക്കെ ചെറിയ കുപ്പിച്ചിലൊക്കെ കയ്യിലോട്ട് കുത്തി കയറാൻ തുടങ്ങി. സംഭവം എന്തുവാ? എനിക്കിതൊരു ഫാഷനാണോ? അല്ല, ഞാൻ ഭയങ്കര ഒരു മൊബൈൽ എടുത്തു കഴിഞ്ഞാൽ മിനിമം ഞാൻ ഒരു 3 വർഷം 4 വർഷം ഉപയോഗിക്കും. അല്ല, ഞാൻ മാറത്തില്ല. അതുകൊണ്ടാ? ഒന്നുമില്ലേ? കൈ കാശില്ല, കൈ പൈസയില്ല പുതിയ വാങ്ങിക്കാൻ. അതുകൊണ്ടാ. അപ്പൊ അതുപോലെയൊക്കെയുള്ള കയ്യിൽ പൊട്ടിയ മൊബൈലോ അല്ലെ പഴയ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വാട്സാപ്പ് ഒക്കെ തുറക്കാൻ നേരത്തിൽ ലോഡിങ് എന്ന് അതിന്റെ റാൻഡം ആക്സസ് മെമ്മറി ഒക്കെ ഫുൾ ആയിട്ടുള്ള പിന്നെ കപ്പാസിറ്റി കുറഞ്ഞ മൊബൈൽ ആണെങ്കിൽ ഒരു ചെറിയ ഡ്രീം ഒക്കെ ചെയ്യണം. ഒരു 15,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ ഈ ബിസിലൂടെ നിസ്സാരമായിട്ട് നടക്കും. കൊച്ചു കൊച്ചു ഡ്രീമുകൾ ആദ്യം പ്ലാൻ ചെയ്യുക. ഇതുപോലെ തന്നെ ബൈക്കുകൾ. എനിക്ക് ആദ്യം ആഗ്രഹമുള്ള ഒരു ബൈക്കാണ് ഞാൻ ഇതിലൂടെ വന്നാ വാങ്ങിയത്. ഹാർലി ഡേവിഡ്സൺ ഒന്നും അല്ല കേട്ടോ. ഏതായാലും 2 ലക്ഷം രൂപ വിലയുള്ള ഒരു ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 500 ഒക്കെ എനിക്ക് ഇതോടെ വാങ്ങിക്കാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ സ്വപ്നങ്ങളായിട്ട് വന്നിട്ട് ഒരുപാട് ഡ്രീംസ് അച്ചീവ് ചെയ്ത ലീഡർ നമ്മുടെ ലീഡേഴ്സ് GC തന്നെയുണ്ട്. ഞാൻ ഓടിച്ചവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് എൻ്റെ കൂടെ തുടക്കത്തിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. അച്ചു അനിരുദ്ധൻ. ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിൽക്കുന്നു. ഫുൾ ടൈമറാണ്. അദ്ദേഹത്തിന്റെ സ്വപ്ന വാഹനമാണ് ബ്രീസ. ഇതിൽ വന്നിട്ട് അച്ചീവ് ചെയ്തതാണ്. അനുരാജ് ബിടെക് ബിരുദകാരിയാണ്. ജോലിയെല്ലാം റിസൈൻ ചെയ്ത് ശരിക്കും ഇന്ന് ഈ ബിസിനസ്സിലെ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വാഹനമാണത്. ഇത് ഡാൻഡോ സാർ. ഇദ്ദേഹം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡ് ആയിരുന്നു. മോർ ദാൻ 1 lakh റുപ്പീസിന് മേളിൽ സാലറി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ഈ കമ്പനിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലായി, ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യൽ മനസ്സിലായി. 1 രൂപ പോലും കിട്ടുന്നവർ റിസൈൻ ചെയ്തു. സോ അദ്ദേഹം വാങ്ങിയ വണ്ടിയാണ് ഇത്. അഡ്വക്കേറ്റ് രാജീവൻ ടി രാജ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ഏതാണ്ട് 5 ബ്രാങ്കിന്റെ ലീഗൽ ലോൺസിന്റെ ഒക്കെ ലീഗൽ അഡ്വൈസർ ആയിട്ടിരുന്ന വ്യക്തി. പന്തളം കൊട്ടാരത്തിലെ ഒരു മെമ്പറാണ്. ഇദ്ദേഹമൊക്കെ ഈ ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ വണ്ടി എടുത്ത ദിവസമാണിത്. ഇദ്ദേഹം ജോയി കെ വൈ. ഈ മനുഷ്യൻ ഇന്ന് പാന്റും ഷർട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നു. ആദ്യമായിട്ട് ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കേൾപ്പിക്കാൻ വന്നപ്പോ മുണ്ടും ഷർട്ടുമാണ് വേഷം. ഞാനാണ് ഇദ്ദേഹത്തിനെ സ്പോൺസർ ചെയ്തത്. ഈ പാന്റും ഷർട്ടും ഇടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അദ്ദേഹത്തിന്റെ വണ്ടിയാണ് ഇതെല്ലാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടിയിലൊക്കെ ട്രാവൽ ചെയ്ത് വിത്ത് ഡ്രൈവർ ഏതാണ്ട് 4 ദിവസവും, കൊറോണയ്ക്ക് മുമ്പേ ആഴ്ചയിൽ 4 ദിവസം പാന്റും ഷർട്ടും അല്ല വിത്ത് സൂട്ടിലാണ് നടക്കുന്നത്. അതേ ലെവലിലേക്ക് വളർന്നു ഈ ബിസിനസ്സിൽ. ജോസഫ് ആന്റണി സാർ ചമ്പക്കുളത്ത് അധ്യാപകനായിരിക്കെ ഈ ബിസിനസ്സിൽ കടന്നു വരികയും അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ മേഖലയൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഫുൾ ടൈം ഈ ബിസിനസ്സിൽ അപ്കമിങ് NTC ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് വളർന്നു വന്നിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഫാമിലി അദ്ദേഹം എടുത്ത വണ്ടിയാണ് ഏകദേശം 15 ലക്ഷം രൂപ വിലയുള്ള വാഹനം. ഒരു വയറിംഗ് മേഖലയിൽ തൊഴിലാളിയായിരിക്കും ഈ ബിസിനസ്സിൽ വരികയും ഇന്ന് അദ്ദേഹത്തിന് സ്വപ്നതുല്യമായ ഒരു വാഹനം വോക്സ് വാഗന്റെ വാഹനം. അതൊരു സുമിത മാഡം കഴിഞ്ഞ ആഴ്ച മാഡം ട്രെയിനിങ് എടുത്തിരുന്നു. മാഡം ഇന്ന് NTC ആണ്. മാഡം അടുത്ത വെഹിക്കിളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മെർസിഡസ് ബെൻസ്. ഒരു ഹെയർ ഓയിൽ വിറ്റ് കഴിഞ്ഞാൽ 110 രൂപ കിട്ടുമെന്ന് തുടങ്ങിയ ആള് ബെൻസ് ഒക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കുക. ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ്. എനിക്കത് ഇന്ന് 100% കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ അറിയില്ല. പക്ഷേ ഈ ബിസിനസ്സിൽ 2 വർഷം തികച്ചു നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള അവരും പറയും ദിസ് ഈസ് ദ ബെസ്റ്റ് കരിയർ ഇൻ ദ വേൾഡ്.
ഇതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റി. മിഥുൻ വി കുമാർ സാർ, ഇദ്ദേഹവും എൻ്റെ കൂടെ ബിസിനസ്സിൽ തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്ത വ്യക്തിയാണ്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അദ്ദേഹം ഒരു ഹോണ്ട സിറ്റിയൊക്കെ നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്ന വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആ ബിസിനസ് ഒക്കെ ഫാദറിനെ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് 2.10 lakhs വാങ്ങിക്കുന്ന വ്യക്തി, വീക്കിലി 2.10 lakhs. അപ്കമിങ് CTC അദ്ദേഹത്തിന്റെ MG ഹെക്ടറൊക്കെ ഒന്ന് ഉപയോഗിച്ച് ഫുൾ ടൈമറായിട്ട് ബിസിനസ് ചെയ്യാൻ നടക്കുന്നു. ശരൺ സർ എന്റെ അപ്ലൈനാണ്. ശരിക്കും ഞാൻ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കടം കൊണ്ട് നാട് വിടാൻ നിന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒരുപാട് ആൾക്കാർ കേട്ട് കാണും. കടം കൊണ്ട് നാട് വിടാൻ നിന്ന വ്യക്തി ഈ ലോക്ക്ഡൌണിന് മുമ്പ് പുള്ളിയുടെ ഹോണ്ട സിറ്റി വരെ പുള്ളി നിലവിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, വിൽക്കാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് CTC റാങ്ക് അച്ചീവർ ആണ്. ഇന്ന് പുള്ളി ഉപയോഗിക്കുന്ന BMW. 2 പേര് അടുത്ത് നിൽക്കുന്നുണ്ട്. ആരാണ് അവർ? ഈ വണ്ടി വാങ്ങിക്കാൻ കാരണക്കാരായ 2 പേർ. ഒന്ന് അദ്ദേഹത്തിന്റെ സ്പോൺസറായ അനീസ് സാറും, ഒന്ന് കമ്പനിയിൽ നിന്നും അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ റീജിയൻ മാനേജർ ചലപതി സാറും. സോ അവരുടെ കൂടെ നിന്നാണ് ഈ ഫോട്ടോ ശരിക്കും പറഞ്ഞ എടുത്തിരിക്കുന്നത്. സോ BMW ചിന്തിക്കണം. BTech കഴിഞ്ഞ് TCS വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫാമിലിയിലും അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ആൾക്കാരുടെയിലും അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്ത ആൾക്കാരുടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെയൊക്കെ നമ്മളൊരു മീറ്റിംഗ് വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ബെസ്റ്റ് പ്രൊഫഷൻ ഇദ്ദേഹത്തിനെ കാണിച്ചു ചോദിച്ചാൽ അവരെന്ത് പറയും? ഈഗോ ഉള്ള ആൾക്കാർ എന്ത് പറയുന്ന അറിയത്തില്ല, പക്ഷേ ഈഗോ ഇല്ലാത്ത ആൾക്കാർ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫഷൻ. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത ആളാണ് എന്ന് പറയാൻ പറ്റും. GCI ഗ്രീൻ ചേംബർ ഓർഗനൈസേഷന്റെ സാരഥികൾ അനൂപ് സാറും അനീസ് സാറും സാധാരണ ഒരു പശ്ചാത്തലത്തിൽ, കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BMW ഫോർച്യൂണറും അതുപോലെ തന്നെ ഏലത്തോട്ടവും വള്ളവും റിസോർട്ടുകളും ഫാമുകളൊക്കെ ആയിട്ട് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു ഡയറക്ട് സെല്ലറിൽ നിന്നും ഒരു ഇൻവെസ്റ്ററായി വളർന്നുകൊണ്ട് ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യം റീറ്റെയിലർ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ, പിന്നെ ഡയറക്ട് സെല്ലർ, പിന്നെ ലീഡർ, ഇന്ന് ഇൻവെസ്റ്റർ. അവർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ടൈം ഫ്രീഡം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ആദ്യം എടുത്ത എഫേർട്ട്, തുടക്കത്തിൽ ഒരുപാട് ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ എടുത്ത എഫേർട്ട് ഇന്ന് BMW ഒക്കെ ഉപയോഗിക്കുന്നു. അദ്ദേഹം കൊണ്ടുവന്ന വ്യക്തിയാണ് ബെൻലി സാർ. സ്റ്റാർ ഹെൽത്തിലെ മാനേജർ ആയിരിക്കെ എന്നെ പോലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ മാനേജർ ആയിരുന്നു. ഈ ബിസിനസ്സിൽ കടന്നു വരികയും ഇന്ന് 2 ID ITC 2 IDയിൽ നിന്നും ആഴ്ച 2,10,000 രൂപ ഇൻകം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് Audi Q3 എന്ന വാഹനം ഉപയോഗിക്കുന്നു. ഈ ലോക്ക്ഡൌണിന് മുമ്പ് ഇദ്ദേഹം ഒരു 1 CR ഒരു പ്രോപ്പർട്ടി വാങ്ങിയിരുന്നു, 1 കോടിക്ക്. സോ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം ട്രെയിനിങ് കിട്ടിയ സോമകുമാർ സാർ, എന്റെ വിദ്യാഭ്യാസം 5ാം ക്ലാസ്സിൽ കാക്കൊല്ലം ലോറി ഡ്രൈവറാണ്. പുള്ളിയുടെ സ്ലാങ് ഒക്കെ കേട്ട് കാണും. അദ്ദേഹം ഒന്ന് ഉപയോഗിക്കുന്ന ഒരു ലോറി ഡ്രൈവർ ഉപയോഗിക്കുന്നത് മോർ ദാൻ 1 CR ടച്ചിങ് ഉള്ള ഒരു വണ്ടിയാണ് ജഗ്വാർ. നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുക, ഫിലിം സ്റ്റാർ ലൈഫ് സ്റ്റൈൽ, സിനിമാ നടന്മാരുടെ ലൈഫ് സ്റ്റൈലൊക്കെ അടിച്ചു നോക്കുക. അതിനകത്ത് അവരൊക്കെ ഉപയോഗിക്കുന്ന രീതിക്കുള്ള വണ്ടികളാണ് ഒരു CTC NTC ITC റാങ്കിൽ മുകളിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത്. കുറെ കഴിയാൻ നേരത്ത് ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞോട്ടെ, 1 വർഷം കൂടെ കഴിഞ്ഞോട്ടെ, ഈ ലോക്ക്ഡൌൺ ഒന്ന് കഴിഞ്ഞോട്ടെ, ഡയറക്ട് സെല്ലേഴ്സ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ അടിച്ചു നോക്കുക. അതിനകത്ത് കാണാൻ പറ്റും സിനിമാ നടന്മാരെക്കാട്ടിലും മെച്ചപ്പെട്ട വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ. കാരണം എന്താണ്? ഇന്ന് ഷീജൻ നായർ ജീവിച്ചിരിപ്പില്ല, ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്. ഇന്ന് PV അശോകൻ സാർ UTC യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ ആണ്, ജീവിച്ചിരിപ്പില്ല. പക്ഷേ മരിച്ചതിന് ശേഷവും അശോക് സാർ മരിച്ചപ്പോൾ യൂണിവേഴ്സൽ ടീം കോർഡിനേറ്റർ ആണെന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞ് ഡയമണ്ട് ആയ ആളുടെ ടീമിലാണ് ഞങ്ങളെല്ലാം. ഞങ്ങളൊന്നും വർക്ക് നിർത്തിയിട്ടില്ല, നമ്മളെല്ലാവരും. ഷീജൻ സാറ് മരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തിന് ഇൻകം കൂടിയിട്ടേ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ജഗതി ശ്രീകുമാർ ആക്സിഡന്റ് ആയി, അഭിനയിക്കാൻ പറ്റുന്നുണ്ടോ? വരുമാനം ഉണ്ടോ? വരുമാനം ഇല്ല. പക്ഷേ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാര് ആക്സിഡന്റ് അല്ല, ഇനി പാരലൈസ്ഡ് അല്ല, മരിച്ചു പോയാൽ പോലും ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ വരുമാനം വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. 1 വർഷത്തിന് ശേഷമോ കോവിഡിന് ശേഷമോ ഡയറക്ട് സെല്ലേഴ്സ് ലൈഫ് സ്റ്റൈൽ ഇൻ ഇന്ത്യ എന്ന് അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഫിലിം സ്റ്റാർസിനെക്കാട്ടിലും മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ. സോ സത്യം മാഷ് ഒരു മാഷാണ്. ഇന്ന് ഉപയോഗിക്കുന്ന വണ്ടി BMW. മുബീൻ മുഹമ്മദ് സർ ഏതാണ്ട് 1 CR ആണ് പുള്ളിയുടെ ടച്ചിങ് ഇൻകം മന്ത്ലി. 1.25 കോടി രൂപ വിലയുള്ള മെർസിഡീസ് ബെൻസ് ഉപയോഗിക്കുന്നു. ഇന്ന് റോയൽ ഡയമണ്ട് എക്സിക്യൂട്ടീവ് ആണ്.
ജെയ്റോ കെ ജെയിംസ് ഒരു എയർഫോഴ്സിൽ ജോലി ചെയ്തിരിക്കും, ബിസിനസ്സിൽ വരികയും ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ബിസിനസ്സിൽ ITC ഗോൾഡ് എക്സിക്യൂട്ടീവ് പ്രസാദ് സാർ, വയനാട്ടിലെ കർഷകൻ, പുള്ളിയുടെ ട്രെയിനിങ് വരുന്നുണ്ട്. ഇന്ന് മെഴ്സഡീസ് ബെൻസും BMW, ഇന്നോവ ക്രിസ്റ്റയൊക്കെയാണ് ആൾ യൂസ് ചെയ്തത്. ആ നിരന്ന് കിടപ്പുണ്ട്. ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, ഇന്നോവ ക്രിസ്റ്റ ഉണ്ട്. ഇതൊന്നും കാറ് വാങ്ങിക്കുന്ന പരിപാടിയാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ ലാൻഡ് വാങ്ങിക്കുന്നുണ്ട്, ഇതൊന്നും എടുത്തുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ല. നേരത്തെ ആധാരത്തിന്റെ കോപ്പിയെ കാണിക്കാൻ പറ്റത്തുള്ളൂ. വീട് വെക്കുന്നുണ്ട്, പക്ഷേ വാഹനം സേഫ്റ്റി ക്രൈസാണ്. സേഫ്റ്റി മെയിൻറ്റെയിൻ ചെയ്യാനും യാത്രകൾ ചെയ്യാനും ഇത് നടക്കുമെന്ന് പബ്ലിക്കിനെ പ്രൂവ് ചെയ്യണം, അച്ചീവ്മെന്റ് കാണിക്കണം. സോ ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇത് പറ്റുള്ളൂ. ഇതാരാണ്? ആളെ ഒന്ന് സൂം ചെയ്ത് നോക്കിയേ, എങ്ങനെയുണ്ട് ആളെ കാണാൻ? ഇന്ന് NTC ഗ്രൂപ്പിൽ വന്ന ഒരു അച്ചീവറാണ്. ഇന്നലെ കമ്പനി സെയിൽസ് ക്ലോസ് ചെയ്തപ്പോ NTC ആള് ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ SS പാണ്ഡ്യൻ, ശങ്കരൻ കോവിൽ, തമിഴ്നാട്. ആ സൂട്ടും ആ ടൈയും പാൻറ്റും ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു കള്ളിമുണ്ടും ഒരു തോർത്തും ഒരു പിക്കാസും മമ്മട്ടിയും ഒരു ചട്ടി ആളുടെ കയ്യിരിക്കുന്നു ആലോചിച്ച്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലെ ഒരു പാവം കർഷകനല്ല, കർഷക തൊഴിലാളി. തമിഴില്ലാതെ വേറൊന്നും പറയാൻ അറിയില്ല. ശങ്കരൻകോവിൽ എന്ന സ്ഥലത്തൊന്നും പുറത്തു പോയിട്ടില്ല. 5ാം ക്ലാസ് വരെ തികച്ചു പഠിച്ചിട്ടില്ല. പക്ഷേ രക്ഷപ്പെടണം, വിജയിക്കണമെന്നുള്ള സ്വപ്നം ദൈവം തലച്ചോറിനകത്തും മനസ്സിനകത്തും വെച്ചിട്ടാണ് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് പാണ്ഡ്യനെ. ആ സ്വപ്നം ഉള്ളത് കൊണ്ട് കറങ്ങിത്തിരിഞ്ഞ് അദ്ദേഹം ഈ അവസരത്തിൽ വന്നു. ഇന്ന് സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് നിൽക്കുന്നു. ഇന്ന് കമ്പനിയുടെ ബ്രാൻഡ് ന്യൂ നാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. ഏതാണ്ട് 30 ലക്ഷം രൂപയ്ക്ക് മേളിൽ ഇൻകം വാങ്ങിച്ചിട്ടുണ്ട്. ഇവരൊക്കെ വലിയ അച്ചീവ്മെന്റിലേക്ക് പോകുന്ന ആൾക്കാർ. സോ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വലിയ കഴിവോ കപ്പാസിറ്റിയോ ഒന്നും വേണ്ട. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഒരു മനസ്സുണ്ടാകുക, കമ്മിറ്റഡ് ആയിട്ട് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടാകുക, ഈഗോയൊക്കെ മാറ്റിവെച്ച് പ്രവർത്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് അച്ചീവ്മെന്റിലേക്ക് എത്തും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഡു യു വാണ്ട് ടു എൻജോയ് ഓൾ ദിസ് ലക്ഷറി? ഡു യു വാണ്ട് എൻജോയ് ടു ഓൾ ദിസ് ലക്ഷറി? ഈ കാണിച്ച ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഇപ്പോ വിജയിച്ച ആൾക്കാരെല്ലാം ജീവിക്കുന്ന അതേ ലക്ഷറിയൊക്കെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണോ? ഹലോ, പ്രമോദ് സാറിനെ കാണുന്നുണ്ട്, സർ വേണോ? നീതു സോജൻ മാഡത്തിനെ കാണുന്നുണ്ട്, സർ വേണോ? മാഡം വേണോ? നീതു മാഡം, ഡു യു വാണ്ട് ഓൾ ദിസ് ലക്ഷറി? വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി ഈ ലക്ഷറിയൊക്കെ എൻജോയ് ചെയ്യാൻ. ചേഞ്ച് ആകുക. ആര്? നമ്മൾ ചേഞ്ച് ആകുക. ഇത്രയും കാലം നമ്മൾക്ക് എന്തുകൊണ്ട് ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായി ചിന്തിക്കുകയോ വ്യത്യസ്തമായിട്ട് പ്രവർത്തിക്കുകയോ നമ്മൾ ചെയ്തില്ല. ഇഫ് യു വാണ്ട് ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച്. ആര് പറയുന്നു? ബറാക് ഒബാമ. ഇത്രയും നാളും ചിന്തിച്ചതുപോലെയും ഇത്രയും നാളും പ്രവർത്തിച്ചതുപോലെയും ചിന്തിക്കാതെയും പ്രവർത്തിക്കാതിരിക്കുക. പുതിയൊരു ജന്മം അല്ലെങ്കിൽ പുതിയൊരു ഡേ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് തീരുമാനമെടുക്കുക. എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിലെ മിച്ചമുള്ള ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ദിവസമാണ് ദാ ഇന്നു മുതൽ ഇവിടെ തുടങ്ങുന്നത്. എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ദിവസമാണ് ദാ ഇവിടെ ഇന്ന് തുടങ്ങുന്നത്. ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് മൈ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ശേഷിക്കുന്ന ജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ ദിവസം ഇവിടെ തുടങ്ങുന്നു. ഇതുപോലെ ഞാൻ ഇനി ജീവിച്ചതുപോലെ ജീവിക്കില്ല, ചിന്തിച്ചതുപോലെ ചിന്തിക്കില്ല. വ്യത്യസ്തമായി ചിന്തിക്കും, വ്യത്യസ്തമായി പ്രവർത്തിക്കും. അങ്ങനെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ വലിയ അവസരങ്ങളിൽ വലിയ മെച്ചപ്പെട്ട ജീവിതസാരം കിട്ടുന്നത്. സോ ബിൽ ഗേറ്റ്സിന്റെ ഒരു കോട്ട് എന്നെ വളരെ സ്വാധീനിച്ച ഒരു കോട്ട്സാണ്. ഒന്ന് വായിച്ചു നോക്കൂ. ഇഫ് യു ബോൺ പുവർ, നിങ്ങൾ ജനിക്കുന്നത് ഒരു ദരിദ്രനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല. ഏത് സാഹചര്യത്തിൽ നമുക്ക് ജനിക്കാം. നമ്മൾ ജനിക്കുന്നത് ഒരു ദരിദ്രനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മിസ്റ്റേക്ക് ആണോ? അല്ല. ഇഫ് യു ആർ ലിവിങ് പുവർ, ഇറ്റ് ഈസ് ഓൺലി യുവർ ഓൺ മിസ്റ്റേക്ക്. നമ്മൾ ജീവിക്കുന്നതും നമ്മൾ മരിക്കുന്നതും ദരിദ്രനായിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം മിസ്റ്റേക്ക് ആണ്.
വൈ സമൂഹത്തിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ, റോഡിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഒന്ന് കണ്ണു തുറന്നു നോക്കണം. എന്തുമാത്രം ബിസിനസ് സ്ഥാപനങ്ങൾ, എന്തുമാത്രം ഓപ്പർച്യൂണിറ്റികൾ, എന്തുമാത്രം കമ്പനികൾ, എന്തുമാത്രം പലതരത്തിലുള്ള വീടുകൾ, എന്തുമാത്രം പലതരത്തിലുള്ള വാഹനങ്ങൾ, എന്തുമാത്രം പലതരത്തിലുള്ള ഹോട്ടലുകൾ. ഇവിടെ എല്ലാ ആൾക്കാർ കയറി ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഈ വാഹനങ്ങളെല്ലാം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ? ഇത്രയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് അതിനുള്ള അവസരങ്ങളുണ്ട്. ആ അവസരങ്ങൾ നമ്മൾ കണ്ടെത്തണം, ആ അവസരങ്ങളിൽ പ്രവർത്തിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ദരിദ്രനായിട്ട് ജീവിക്കേണ്ടിയും വരത്തില്ല, ഒരിക്കലും ദരിദ്രനായിട്ട് മരിക്കേണ്ടിയും വരില്ല. കഴിഞ്ഞ ദിവസം മനോജ് സാർ പറഞ്ഞ കണക്ക് സെൽഫ് റെഡിയാകണം. സെൽഫ് കമ്പനി നല്ലതാണെങ്കിലും, പ്രോഡക്റ്റ് നല്ലതാണെങ്കിലും, അപ്ലൈ നല്ലതാണെങ്കിലും, മാനേജ്മെന്റ് നല്ലതാണെങ്കിലും വിജയിക്കാൻ പറ്റില്ല. പുള്ളി പറഞ്ഞു, ഈ വിരല് നേരെ ചൂണ്ടുക, ബാക്കി ആ 4 വിരലും മടക്കി വെച്ചിട്ട് ഈ വിരല് നേരെ ചൂണ്ടിയാൽ സെൽഫ് റെഡിയായാൽ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. സോ സെൽഫ് റെഡിയായാൽ മാത്രമേ, ഇഫ് യു ആർ ബോൺ പോർ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ഇറ്റ് ഈസ് നോട്ട് യുവർ മിസ്റ്റേക്ക്. ഇഫ് യു ആർ ലിവിങ് പുവർ ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്. നമ്മുടെ സെൽഫ് റെഡിയായി കഴിഞ്ഞാൽ, നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ, നമ്മുടെ ചിന്താഗതികൾ മാറിക്കഴിഞ്ഞാൽ, നമ്മൾ മാറി ചിന്തിക്കാനും നമ്മൾ മാറി പ്രവർത്തിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ദരിദ്രനായിട്ട് ജീവിക്കുക, ഒരിക്കലും ഒരു ദരിദ്രനായിട്ട് മരിച്ചു പോയി ഉണ്ടാവില്ല. സോ അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ അവസരം. ഈ അവസരം അതിന് പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ദ റിച്ചസ്റ്റ് പീപ്പിൾ ഇൻ ദ വേൾഡ് ഫോർ ബിൽഡിംഗ് നെറ്റ്വർക്ക്. എന്താണ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ? ഈ ലോകത്ത് സമ്പന്നരായുള്ള ആൾക്കാരെല്ലാം നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ്, ശൃംഖലകൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ്. എവരിവൺ എൽസ് ലുക്കിംഗ് ഫോർ ജോബ്. ജോലി നോക്കി പോകുന്ന ആൾക്കാരും വിജയിച്ചിട്ടില്ല. നെറ്റ്വർക്ക് ശൃംഖലകൾ. ഇന്ന് ടാറ്റ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ടാറ്റയുടെ പ്രോഡക്ട്സ് എവിടെ ചെന്നാലും കിട്ടും, ടാറ്റ കാറുകൾ എവിടെ ചെന്നാലും കിട്ടും. അല്ല എന്റെ പ്ലാന്റിൽ പോകേണ്ട കാര്യമില്ല. ജിയോ എവിടെ ചെന്നാലും ജിയോയുടെ ഓഫീസ് ഉണ്ട്, കിട്ടും. ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ഫെഡറൽ ബാങ്ക്, SBI ബാങ്ക്, സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, എല്ലാത്തിന്റെ ഓഫീസ് ഉണ്ട്. നെറ്റ്വർക്ക് ആണതെല്ലാം. മോർ, സ്പെൻസർ, ലുലു നെറ്റ്വർക്ക് ആണ്. അങ്ങനെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെല്ലാം കമ്പനികളുടെ പ്രസൻസ് എത്തിക്കുന്ന നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ. ദൈവം തന്നെ നമ്മളെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് എന്തോ തെറ്റായ ജോലിയാണ്, തെറ്റായ വാക്കാണെന്ന് ഒരിക്കലുമല്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് രാവിലെ കോഴിക്കോടോ കാസർഗോഡോ പോവുകയാണെങ്കിൽ ഞായറാഴ്ച ദിവസം കുർബാന കൂടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടാൻ പറ്റുമോ? 5 മണിക്ക് വീട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ? എത്ര ചർച്ചുകളാണ് റോഡ് സൈഡിലുള്ളത്? അന്ന് ഒരു സൈഡിൽ മാത്രം ഒരു ചർച്ച് വെച്ചാൽ പോരെ? വെള്ളിയാഴ്ച നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴയിൽ മാത്രം നിസ്കരിക്കാൻ പറ്റത്തുള്ളൂ. എവിടെ വേണമെങ്കിലും പോകുന്ന വഴി മോസ്കുകളുണ്ട്, നിസ്കരിക്കാം. അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമേ അമ്പലമുള്ളൂ. എന്തിനാണ് പല സ്ഥലങ്ങളിൽ ഇത്രയും അമ്പലങ്ങളും പള്ളികളും മോസ്കൊക്കെ വെച്ചിരിക്കുന്നത്? ആൾക്കാരുടെ വിശ്വാസികളാകണം. ആൾക്കാർ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് അമ്പലവും പള്ളിയും മോസ്കും ഒക്കെ ഉണ്ടാകണം. ദൈവത്തിന്റെ നെറ്റ്വർക്കാണത്. ദൈവം തന്നെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട്. ഇത് പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇവിടെ എങ്ങനെ നമുക്ക് വിജയിക്കാം? ഇവിടെയും ഒരു കസ്റ്റമർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആപ്പ് ഷെയറിങ്ങിലൂടെ നമുക്ക് വിജയിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റുന്ന ഏത് കമ്പനിയിലേക്ക് നിൽക്കണം? എന്താണ് നമുക്ക് വളരെ സന്തോഷപൂർവ്വം എനിക്ക് ഇന്ന് പറയാൻ പറ്റും, നമ്മളെല്ലാവരും ലോകത്ത് ഇന്ത്യയിൽ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ ഫസ്റ്റ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന that is none other than My Lifestyle Marketing Global Private Limited, MI Lifestyle. My Lifestyle എന്താണ് My Lifestyle? It's my life, my style. My Lifestyle ഒരു 3 വർഷം കഴിയുമ്പോൾ ആൾക്കാരോട് പറയാൻ പറ്റും, ഇറ്റ്സ് മൈ ലൈഫ്, ഇങ്ങനെയാണ് എൻ്റെ ജീവിതം, ഇറ്റ്സ് മൈ സ്റ്റൈൽ, ഇങ്ങനെയാണ് എൻ്റെ സ്റ്റൈല്. വൈ? MI Lifestyle പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്തുകൊണ്ട്. ക്യാപ്ഷൻ തന്നെ നോക്ക്, ഇറ്റ്സ് മൈ ലൈഫ്. ഇതുപോലെയുള്ള വില കൂടിയ വണ്ടിയിലും വില കൂടിയ സാഹചര്യത്തിലും അല്ലെങ്കിൽ റിച്ച് ആയിട്ടുള്ള ജീവിതം, ഒരുപാട് ആൾക്കാരെ സഹായിച്ചുകൊണ്ടുള്ള ജീവിതം, ഇറ്റ്സ് മൈ ലൈഫ്. ഒരുപാട് ആൾക്കാർക്ക് അവസരങ്ങൾ കാണിച്ചുകൊണ്ടുള്ള ജീവിതം, ഇറ്റ്സ് മൈ ലൈഫ്, ഇറ്റ്സ് മൈ സ്റ്റൈൽ. ഇതാണ് എൻ്റെ ജീവിതത്തിന്റെ ശൈലി, രീതി. ഇങ്ങനെ പറയാൻ പറ്റും. സോ ടോപ്പ് 10 ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇൻ ഇന്ത്യ. നമുക്ക് ഗൂഗിളിൽ ഇപ്പൊ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം, ഇപ്പോഴും ടോപ്പ് 10 നമ്മൾ തന്നെയാണ് നിൽക്കുന്നത്. സോ വി പ്രൗഡ്. സോ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ബ്രാൻഡുകൾ ഏതൊക്കെയാണ്? ലക്ഷറിയസ് ബ്രാൻഡ്. നമ്മളൊക്കെ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള 2 ബ്രാൻഡ് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എലമെന്റ്സ്, ഇതൊക്കെ ലക്ഷറിയസ് ബ്രാൻഡാണ്. ലക്ഷറി എന്താണ്? ഇപ്പൊ കാറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷറി ഏതാണ്? ബെൻസ്, BMW ഒക്കെ ലക്ഷറിയാണ്. പക്ഷെ മാരുതിയും കാറാണ്, സാൻഡ്രോയും കാറാണ്. എന്തിനാണ് രണ്ടിനും കാറിന് 2 വില?
ക്വാളിറ്റിക്കും ലക്ഷറിക്കുമാണ് വില. സോ നമ്മുടെ എലമെന്റ്സ് എന്ന് പറഞ്ഞ പ്രോഡക്ട്സ്, ഓൺ ആൻഡ് ഓൺ എന്ന പ്രോഡക്ട്സ് എന്ന് വെച്ചാൽ ലക്ഷറിയസ് പ്രോഡക്ട്സ് ആണ്, ലക്ഷറിയസ് ബ്രാൻഡ് ആണ്. സോ ലക്ഷറിയസ് ബ്രാൻഡ് മാർക്കറ്റിംഗ് അംബാസിഡേഴ്സ്. എന്താണ് ലക്ഷറി എന്ന് പറയുന്നത്? ബെസ്റ്റ് ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് 2019 അവാർഡ് കിട്ടിയ ബ്രാൻഡാണ്. എക്കണോമിക്സ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് കിട്ടിയ പ്രോഡക്റ്റുകൾ. റെപ്റ്റാക്ലോസ് ലാബറട്ടറി സർട്ടിഫൈ. എന്താണ് റെപ്റ്റാക്ലോസ് ലാബറട്ടറി? ഹ്യൂമൻ ബോഡിക്ക് ഹാംഫുൾ അല്ല എന്നുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ളൂ എന്നുള്ള സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു പ്രോഡക്റ്റുകളാണ് ഇതെല്ലാം. എന്തൊക്കെയാണ് അതർ ബ്രാൻഡ്സ്? എലമെന്റ്സ് മാത്രമാണ് ഉള്ളത്. ന്യൂ സ്റ്റാർ, ഇന്ത്യാഗ്രോ, MI ഹോം. നമ്മുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്നത് മാർക്കറ്റ് സെഗ്മെന്റൈസേഷൻ ആണ്. പലരും പറയും നിങ്ങളുടെ എലമെന്റ്സ് എന്ന പ്രോഡക്ട്സിന് വില കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അതിന്റെ ക്വാളിറ്റി കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അല്പം വില കൂടുതലാണ്. പക്ഷേ വില കുറഞ്ഞ പേസ്റ്റ് ഉണ്ട്, ആഹാറിലുണ്ട്, ലോ പ്രൊഫൈൽ. ഇങ്ങനെ 3 സമൂഹത്തിന്റെ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റുകൾ. അടുത്തത് എനിക്ക് പറയാനുള്ളത്, എന്താണ് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ ശൃംഖലകൾ ഉണ്ടാക്കിയാലുള്ള ഗുണം? ഇപ്പൊ ഞാൻ കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസ് ഒന്ന് കാണിക്കാം. ഹു ഇസ് ദിസ്? മുകേഷ് അംബാനി. ഞാൻ സന്തോഷ് സാറിന്റെ ചുണ്ടനങ്ങുന്നത് കണ്ടു. സന്തോഷ് സാർ മുകേഷ് അംബാനി എന്ന് പറഞ്ഞു. അവിടെ സൈഡിൽ എങ്ങും എഴുതി വെച്ചിട്ടില്ല മുകേഷ് അംബാനി. നാളെ എന്റെ ഫോട്ടോ ഇതിനകത്ത് ഉള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. പുറത്തോട്ട് കാണിച്ചാൽ ഹു ഇസ് ദിസ്? പക്ഷെ ഇതിനകത്ത് ഉള്ള ആൾക്കാർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ അറിയാം. ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കാരണം. എന്താണ് പുള്ളിയുടെ ഫോട്ടോ കണ്ടാൽ പുള്ളിനേക്കാൾ ഇതാരാണ്? യൂസഫ് അലി. പേരെഴുതി വെക്കണോ ഇള മനസ്സിലാകാൻ? ഇതാരാണ്? ഗോകുലം ഗോപാലൻ. ഇതാരാണ്? ഇതായിരുന്നു 2017 മുമ്പുള്ള ഞാൻ. എംപ്ലോയി, ഇൻഷുറൻസ് കമ്പനിയിലെ വർക്ക് ചെയ്യായിരുന്നു. ആർക്കും അറിയില്ല. എങ്ങനെ അറിയാനാ? നമ്മൾ അറിയാൻ മാത്രം നമ്മൾ വളർന്നിട്ടില്ല. ഇവരെയൊക്കെ എന്തുകൊണ്ട് അറിയുന്നു? ഈ ഒരു കണക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവരുടെ കഴിവൊന്നും കൊണ്ടല്ല ഇവരെ അറിയുന്നത്. ഇവരുടെ കഴിവുകളുണ്ട്, ഇവരുടെ മേഖല ഇവർ തിരഞ്ഞെടുത്തു, ഇവരുടെ കഴിവുകളുണ്ടായി, ഇവർ കഴിവുകൾ വെച്ച് ഒരു സ്ട്രാറ്റജി, ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തെടുത്തു. അതുകൊണ്ടാണ് ഇവരെ അറിയുന്നത്. ആ സംവിധാനത്തിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആ സംവിധാനം ഡെവലപ്പ് ചെയ്യാനാണ് നമ്മൾ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവർ ചെയ്ത അതേ കാര്യം ഈ കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ടെക്നോളജിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു ശൃംഖല ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഒരു ടീം ഉണ്ടാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ അറിയപ്പെടും. കാരണം നമ്മളെ എങ്ങനെ അറിയപ്പെടും? നമ്മളും വ്യവസായിയായി മാറും, നമ്മുടെ ജീവിതസാഹചര്യം മാറും, ആൾക്കാർ നമ്മളെ കാണും, നമ്മളെ പറ്റി പറയാൻ തുടങ്ങും. സോ എങ്ങനെയാണ് ഇവരൊക്കെ അറിയപ്പെടുന്നത്? വൈ? ഇവരെയൊക്കെ എന്തുകൊണ്ട് അറിയുന്നു? എന്താണ് മുകേഷ് അംബാനിനെ അറിയുന്നത്? 4 ലക്ഷം ലേബേഴ്സ്, 4 ലക്ഷം തൊഴിലാളികൾ പുള്ളിയുടെ കൂടെ ഉണ്ട്. അവർ 8 മണിക്കൂർ വീതം വർക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി. പക്ഷെ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കമ്പനിയിൽ, പുള്ളിയുടെ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തത് കൊണ്ട് തന്നെ ഈ 4 ലക്ഷം × 8 എന്ന് പറയുന്നത് 32 ലക്ഷം മണിക്കൂർ പുള്ളിക്ക് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് കോടിക്കണക്കിന് വരുമാനം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളി ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ വന്നു. അപ്പൊ ലോകത്തിലെ കോടീശ്വരന്മാരുടെ പട്ടികയിൽ വരണമെന്നുണ്ടെങ്കിലും, വലിയ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കുക. ഒറ്റ കാര്യം മാത്രം. വർക്കിംഗ് അവർ കൂട്ടുക. വർക്കിംഗ് അവർ കൂട്ടുക. വർക്കിംഗ് അവർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെയും വരുമാനം കൂടും, നമ്മളെ അറിയപ്പെടും. ഇന്ന് അനൂപ് സാറിനെ, അനീഷ് സാറിനെയും മുബീൻ സാറിനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? അവർ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഈ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ഈ ബിസിനസ് ചെയ്തുകൊണ്ട്, ഈ ബിസിനസിന്റെ രീതിയിൽ നിന്നുകൊണ്ട് അവരുടെ വർക്കിംഗ് അവർ കൂട്ടി. അതുകൊണ്ട് അവരെ അറിയപ്പെടുന്നു. ഇദ്ദേഹവും ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. ഇദ്ദേഹത്തിന്റെ വർക്കിംഗ് അവർ കൂട്ടി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ വ്യവസായിയായി. എന്തുകൊണ്ട്? ഗോകുലം ഗോപാലിനെ അറിയുന്നു. 6000 ലേബേഴ്സ് ഉണ്ട്. 8 മണിക്കൂർ വെച്ച് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 48,000 മണിക്കൂറാണ് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വർക്കിംഗ് അവർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ അറിയുന്നു. എന്നാൽ ജോലി ചെയ്യുന്ന ആളെ എന്തുകൊണ്ട് അറിയുന്നില്ല? വർക്കിംഗ് അവർ 8 മണിക്കൂർ ഒരു വ്യക്തി വർക്ക് ചെയ്യുന്നു ഒരു ദിവസം. 30 ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 240 മണിക്കൂർ കൊണ്ട് എന്തു വരുമാനം നമുക്ക് കിട്ടാനാ? അതാണ് സാലറി എന്ന് പറയുന്ന സാധനം. 8 മണിക്കൂർ 30 ദിവസം
വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 240 മണിക്കൂറേ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. നമുക്ക് കൂടുതൽ വർക്കിംഗ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് നിശ്ചിതമായ സാലറി കിട്ടുന്നു, നമ്മളെ അറിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് പോയാൽ എങ്ങനെയാണ് ഒരു ജോലി ചെയ്യുന്ന ആളുടെ ഒരു ജീവിതം എങ്ങനെയാണ് പോകുന്നത്? ഒരു മാസം 240 മണിക്കൂർ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ 240 മണിക്കൂർ വെച്ച് 12 മാസം വർക്ക് ചെയ്താൽ എത്ര മണിക്കൂർ ആ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? 2880 മണിക്കൂർ 12 മാസം, ഒരു വർഷം കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2880 മണിക്കൂർ ഒരു വർഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു വ്യക്തി 30 വർഷം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2880 ഒരു വർഷത്തെ വർക്കിംഗ് ടൈം ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷം 2880 ഹവേഴ്സ് ഇൻറ്റു 30 വർഷം, ഒരു മനുഷ്യായസിൽ 86,400 മണിക്കൂറേ ഒരു ജോലി ചെയ്യുന്ന ഒരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനവും ജീവിതത്തിൽ സാധാരണ ജീവിതഗതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതും വരുന്നത്. ടോട്ടൽ ലൈഫ് വർക്കിംഗ് അവേഴ്സ് ഈസ് 86,400. അംബാനിയുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ വരുന്നില്ല പല ജോലി ചെയ്യുന്ന ഒരാളുടെയും. അംബാനിയുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ എന്ന് വെച്ചാൽ 4 ലക്ഷം മണിക്കൂറാണ്. അതുകൊണ്ട് തന്നെ പുള്ളി മെച്ചപ്പെട്ട ജീവിതസാഹചര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നു, വലിയ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമുക്കൊരു മനുഷ്യായസിൽ 84 ലക്ഷം പോലും പുള്ളിയുടെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 86,400 വർക്കിംഗ് അവറെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണക്കാരനായി ജീവിച്ചു മരിക്കുന്നു. ഇതാണ് സ്റ്റാറ്റസ്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കിയ നിമിഷം ജോലി ക്വിറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചതാണ്. മണ്ടനായിട്ട് പിന്നെ നിന്നിട്ട് കാര്യമില്ല. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഈ ഒരു വർക്കിംഗ് അവർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മേഖലയെ നാട്ടിലുള്ളൂ, ദാറ്റ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവരെ അറിയാത്തത്. 8-10 മണിക്കൂർ ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇവരെ അറിയാൻ പറ്റാത്തത്. വലിയ വലിയ ബിസിനസ്സുകാരെല്ലാം ശൃംഖലകൾ ക്രിയേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഫ്രാഞ്ചൈസികൾ, റിലയൻസ്, KFC, അഡിഡാസ്, കല്യാൺ, ജോയി ആലുക്കാസ്, മാക്ഡൊണാൾഡ്സ്, ലൂയിസ് ഫിലിപ്പ്, ഇവരെല്ലാം ഒരുപാട് ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവരുടെയൊക്കെ ടേൺ ഓവർ കൂടിയത്. നമ്മളും എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? സാധാരണ ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ, നമ്മൾ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മൈ ലിസ്റ്റിൽ വന്നിട്ട് നമ്മൾ എഫേർട്ട് ഇടണം, നന്നായിട്ട് അധ്വാനിക്കണം, റീറ്റെയിലിംഗ് ചെയ്യണം, കുറെ ആൾക്കാർക്ക് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കണം, റിക്രൂട്ട്മെന്റ് ചെയ്യണം. ഇതിലൂടെ വന്നാൽ നമുക്ക് ഒരുമിച്ച് വിജയിക്കാമെന്ന് പറഞ്ഞ് റിക്രൂട്ട്മെന്റ് ചെയ്യണം. അങ്ങനെ ഒരു ടീമിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ എഫേർട്ട് ഇടുന്നു, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ ടീമിൽ നടക്കുന്ന ടേൺ ഓവർ നമ്മുടെ ടേൺ ഓവറായി മാറും. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്നു. ചിന്തിക്കുക, കമ്പനിക്ക് ഇന്ത്യ മൊത്തം പിക്കപ്പ് സെന്ററുകളുണ്ട്. കമ്പനി പറയുന്നില്ല ആലപ്പുഴ മാത്രം, തിരുവനന്തപുരത്ത് മാത്രം, കൊല്ലത്ത് മാത്രം, അല്ലെങ്കിൽ വയനാട് മാത്രം, കോഴിക്കോട് മാത്രം ഈ ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. ഈ ബിസിനസ്സിൽ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എന്താണ് ചെയ്യേണ്ടത്? കമ്പനി എല്ലായിടത്തും പിക്കപ്പ് സെന്ററുകൾ തുടങ്ങുന്നുണ്ട്. ആ പിക്കപ്പ് സെന്റർ നമ്മൾ റെന്റ് കൊടുക്കണ്ട, അവിടുത്തെ എംപ്ലോയീസിന് നമ്മൾ സാലറി കൊടുക്കണ്ട, നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട. പക്ഷേ സ്മാർട്ട് ആയിട്ട് ചിന്തിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ പിക്കപ്പ് സെന്റർ ആയിട്ട് ആ പിക്കപ്പ് സെന്ററിനെ മാറ്റാൻ പറ്റും. ഒന്നുമില്ല, ആ പിക്കപ്പ് സെന്ററിന്റെ പരിസരത്ത് നമ്മൾ ടീം ഡെവലപ്പ് ചെയ്യുക. ആ പിക്കപ്പ് സെന്ററിൽ നടക്കുന്ന ഒരു ഭൂരിഭാഗം ടേൺ ഓവറും നമ്മുടെ ടീം പർച്ചേസ് ചെയ്യുന്ന ടേൺ ഓവർ ആക്കി മാറ്റുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ നടക്കുന്ന പിക്കപ്പ് സെന്ററിൽ നമ്മുടെ ടേൺ ഓവറായി മാറും, നമ്മുടെ ടീമിന്റെ ടേൺ ഓവറായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രോഫിറ്റ്, വലിയ ഒരു ടേൺ ഓവർ അവിടെ നടക്കും. അങ്ങനെയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് ജനറേറ്റ് ആവും. സോ ഇതാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഗുണം. വി ആർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ബ്രാൻഡ് അംബാസഡർ. നമ്മൾ ആരാണ്? ഡിസ്ട്രിബ്യൂട്ടേഴ്സും ബ്രാൻഡ് അംബാസഡേഴ്സും ആണ്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറഞ്ഞ മോഹൻലാല. പുള്ളിനെ കണ്ണൻ ദേവൻ കോടിക്കണക്കിന് രൂപ മുടക്കി ഇപ്പോഴാണ് ഉയരം കൂടുന്തോറും ചായ പൂക്കളും. അതെ, 35 വർഷം ഈ മേഖലയിൽ പഠിക്കുകയും അഭിനയിച്ചും വന്ന് ഒരു താരമായതിനു ശേഷമാണ് ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്ന് പറയുമ്പോൾ വലിയ വരുമാനം കിട്ടുന്നത്. നിങ്ങളും പറഞ്ഞോളൂ, കപ്പ് സിറപ്പ് കഴിക്കൂ, ചാമ്പി തേക്കൂ, ബ്ലഡ് പ്യൂരിഫയർ കഴിക്കൂ, മോൺ കമ്പാനി ഉപയോഗിക്കൂ, കവചപ്രാശ് ഉപയോഗിക്കൂ എന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ
നാളെ മോഹൻലാൽ പറഞ്ഞ കണക്ക് ഇതിന്റെ ഈ മൈലേജ് എന്ന കമ്പനിയുടെ എലമെന്റ്സ് എന്ന കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡർ ആകാൻ പുള്ളി കണ്ണൻ ദേവന്റെ ബ്രാൻഡ് അംബാസഡർ ആയ കണക്ക് 30 വർഷമൊന്നും വേണ്ട, 5 വർഷം കൊണ്ട് നമ്മൾ ഇതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയി മാറും. ഇപ്പൊ പറഞ്ഞു തുടങ്ങിയാൽ ആൾക്കാർ പറയും, ദാ വീട് കണ്ടോ, 4500 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, എലമെന്റ്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ അതിന്റെ ബ്രാൻഡ് അംബാസഡറിന്റെ വീടാണ്. ഓടിപ്പോകുന്ന 7 ക്ലാസ് കണ്ടോ, 1 കോടി രൂപയ്ക്ക് മുകളിൽ വിലയുണ്ട്, 7 സീരീസ് BMW കണ്ടോ, എലമെന്റ്സിന്റെ ബ്രാൻഡ് അംബാസഡറിന്റെ വീടാണ്. അതിന് വേണ്ടിയായിരിക്കണം ഇന്ന് കഷ്ടപ്പെടാൻ. അല്ലാതെ എനിക്ക് നാണവാ, എനിക്ക് പറ്റൂല, ഈ കുറഞ്ഞ പരിപാടിയാണ് റീറ്റെയിലിംഗ്, പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡ് അംബാസഡർ അല്ല, ഒന്നും ആകാൻ പറ്റില്ല. താന്നെടുത്തേ നീരോടുള്ളൂ. ചെയ്തു കയറി വരിക. അങ്ങനെ ചെയ്തു കയറി വന്നാൽ മാത്രമേ, റീറ്റെയിൽ മുതൽ കഷ്ടപ്പെട്ട ഓരോ പടികളും അനുഭവിച്ചു കയറി വന്നാൽ മാത്രമേ നാളെ കഷ്ടപ്പെടുന്ന ഒരു സമൂഹം നമ്മുടെ ടീമിൽ വരുമ്പോൾ, ഞാനും ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചതാണ്, ആ കഷ്ടപ്പാടിൽ രക്ഷപ്പെടാൻ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങളും ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. അങ്ങനെ കഷ്ടപ്പെട്ട് കയറി വന്നൊരു അനുഭവം ഉണ്ടായിരിക്കണം. കൂടുതൽ ആൾക്കാരെ പറഞ്ഞു കൊടുത്ത് അവരെ കയറ്റിയെടുത്തോണ്ട് വരണമെന്നുണ്ടെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കാൻ ഇവിടെ പറ്റില്ല. സോ നമ്മളും ബ്രാൻഡ് അംബാസഡേഴ്സ് ആകും. നമ്മളെയും ആൾക്കാർ ചൂണ്ടിക്കാണിക്കും. മിനിമം 5 years ഈ പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡേഴ്സ്. സോ മേക്ക് മോർ ആൻഡ് മോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക്. കല്യാണും അംബാനിയും ലുലു ഒക്കെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടാക്കിയതുപോലെ, ഗോകുലം ഗോപാലൻ ചിട്ടി കമ്പനി നാട് മൊത്തം തുടങ്ങിയതുപോലെ നാട് മൊത്തം ടീമിനെ ഉണ്ടാക്കുക. നമ്മളും വലിയ വ്യവസായിയായി മാറും. മേക്ക് മോർ ആൻഡ് മോർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നെറ്റ്വർക്ക്. സോ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനിയാണ് നമ്മൾ എഴുതിയെടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ചെയ്യേണ്ട വലിയ കാര്യങ്ങളൊന്നുമില്ല. ശ്രദ്ധിച്ച് കേട്ടോണം. ടേക്ക് സ്മോൾ സ്റ്റെപ്പ് എവറി ഡേ, യു വിൽ ഗെറ്റ് ദെയർ വൺ ഡേ. ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ, അല്ല റോക്കറ്റ് സയൻസ് ഒന്നും ഇവിടെ ചെയ്യണ്ട. അങ്ങനെ റോക്കറ്റ് സയൻസ് ചെയ്യണമായിരുന്നുണ്ടെങ്കിൽ ആ തമിഴ്നാട്ടിൽ നിന്ന്, ആ ഗ്രാമത്തിൽ നിന്ന് ഒരു NTC കഴിഞ്ഞ ആഴ്ച ഉണ്ടാകില്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ബിസിനസ്സിൽ ചെയ്യാൻ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങൾ, വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി നിരന്തരം 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 ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് ചെയ്തു നാളെ ചെയ്തിട്ട് കാര്യമില്ല, ഒരു കാര്യവും ഇല്ല. ബലൂൺ വീർപ്പിക്കുന്ന പോലെ ആവും. വീർപ്പിച്ചു കാറ്റ് കളഞ്ഞു, വീർപ്പിച്ചു കാറ്റ് കളഞ്ഞു, വീർപ്പിച്ചു കാറ്റ് കളഞ്ഞു. ജീവിതകാലം മൊത്തം ഊതിക്കൊണ്ടിരിക്കാം, കാറ്റ് കളഞ്ഞുകൊണ്ടിരിക്കാം. ഊതുന്നെങ്കിൽ ഒറ്റ ഊതി അങ്ങ് കെട്ടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. ഊതുന്നെങ്കിൽ ഒരു 3 വർഷം ഒറ്റ ഊതി അങ്ങ് കെട്ടിയാൽ തട്ടിക്കളിക്കാം. അല്ല, ചില ആൾക്കാരുണ്ട് നാരായണത്ത് ഭ്രാന്തന്റെ ഫാമിലിപ്പെട്ട കണക്കത്തെ ആൾക്കാരെ ചെയ്യുന്നത്. രാവിലെ പിന്നെ കല്ലെടുക്കും, ഉരുട്ട് മേളിൽ കയറ്റും, എന്നിട്ട് വിട്ട് കളയും. എന്നാൽ അതവിടെ വെക്ക്, 2 ദിവസം കൂടെ അവിടെ നിന്ന് അത് പിടിച്ച് അവിടെ വെക്കാൻ പറ്റും. പിന്നെ വിട്ടുകളയും, പിന്നെ ഉരുട്ടി മേളിൽ കയറ്റും. അതായത് വിട്ട് ചെയ്യും. ഒരു കാര്യമില്ല. ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട്, പാർട്ട് ടൈമോ ഫുൾ ടൈമോ ആണെങ്കിലും ചെയ്യുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. ചെറിയ ചെറിയ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ? ഈ 4 കാര്യങ്ങളാണ് ചെറിയ കാര്യങ്ങൾ. ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളും ബ്രാൻഡ് അംബാസഡേഴ്സ് ആവും. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വാസം വന്നു കഴിഞ്ഞാൽ, ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ കൂടുള്ളവർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുള്ളവർക്ക് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. വ്യക്തമായിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവങ്ങളാണ് നിങ്ങളുടെ കൂടുള്ളവരുടെ കീഴിലോട്ട് നിങ്ങൾ ഭയങ്കര ഡീപ്പായിട്ട് പകർന്നു കൊടുക്കുന്നത്. ചില ആൾക്കാരുണ്ട് ഭയങ്കര എഡ്യൂക്കേഷനും ഭയങ്കര ബുദ്ധിയൊക്കെയാ, പെട്ടെന്ന് അങ്ങ് കയറി വരും, ഭൂം വന്ന് പറഞ്ഞ് നിന്ന് പോകും. കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെ ചെയ്ത് കയറി വന്ന അനുഭവങ്ങളില്ല, കൂടുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അനുഭവങ്ങളില്ല. അതുകൊണ്ട് ഈ 4 കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ച് ചെയ്ത് കയറി വന്നാൽ ഈ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. സോ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. 4R എന്ന് പറയും. ഡയറക്ട് സെല്ലിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട 4 R's ആണ് ഇത്. റീപർച്ചേസ്. ഇപ്പൊ നമ്മൾ റീപർച്ചേസ് ചാലഞ്ച് ഒക്കെ ഉണ്ട്. എലൈറ്റ് പാക്കേജ്, ക്ലാസിക് പാക്കേജ്. റീപർച്ചേസ്, നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് റീപർച്ചേസ് ചെയ്യണം. യു വിൽ ബിക്കം എ ലോയൽ ഡിസ്ട്രിബ്യൂട്ടർ. റീറ്റെയിൽ ചെയ്യണം. ഇപ്പോ
ഇമ്മ്യൂണിറ്റി ചലഞ്ചിന്റെ ഭാഗമായിട്ട് റീറ്റെയിലിംഗ്, കണ്ടെയ്ൻമെന്റ് സോണും നോൺ കണ്ടെയ്ൻമെന്റ് സോണും ഒക്കെ തിരിച്ച് നമ്മുടെ ബന്ധുക്കളും റിലേറ്റീവ്സിനൊക്കെ നമ്മൾ റീറ്റെയിൽ ചെയ്യണം. കസ്റ്റമർ ക്രിയേഷൻ, റീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ക്രിയേഷൻ നടക്കും. നമുക്ക് കസ്റ്റമർ ക്രിയേഷൻ നടക്കും. ആ കസ്റ്റമറിൽ നിന്നും നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ഞാനൊരു കസ്റ്റമർ ആയിരുന്നു അനൂപ് സാറിന്റെ. അനൂപ് സാർ ഒരു കസ്റ്റമർ ആയിരുന്നു, ഞാനൊരു സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയിരുന്നു. ആ കസ്റ്റമറെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെ റിക്രൂട്ട് ചെയ്യാൻ പറ്റി. റിക്രൂട്ട് ചെയ്ത് വെച്ചപ്പോൾ നെറ്റ്വർക്ക് വിൽ എക്സ്പാൻഡ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ശൃംഖല വലുതാക്കാൻ പറ്റി. റിലയൻസിനെ പോലെയും കല്യാണിനെ പോലെയൊക്കെ ശൃംഖലകൾ വലുതാക്കാൻ പറ്റി. റീറ്റെയിലിൽ നിന്നും റിക്രൂട്ട്മെന്റ് ചെയ്യുക, നെറ്റ്വർക്ക് വിൽ എക്സ്പാൻഡ്. റീറ്റെയിനിങ്, കൂടെ വരുന്ന ആൾക്കാരെ ഇതുപോലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളെല്ലാം അറ്റൻഡ് ചെയ്യിപ്പിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ പഠിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ റീറ്റെയിനിങ് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. ഇൻക്രീസ് ദ നെറ്റ്വർക്ക് വലുതാക്കിക്കൊണ്ടിരിക്കുക, റീറ്റെയിൻ ചെയ്യുക. നമ്മൾ വരുമാനം വാങ്ങിക്കുമ്പോൾ, നമ്മൾ 2,10,000 രൂപ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കൂടുതലുള്ളവരെയും 2,10,000 വാങ്ങിക്കാൻ വേണ്ടി വളർത്തി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇൻക്രീസ് ദ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? പർച്ചേസ് യുവർ പേഴ്സണൽ കെയർ ഐറ്റംസ്. നമ്മൾ ആദ്യം റീപർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പേസ്റ്റ്, സോപ്പ്, ഷാംപൂ, ഹെയർ ഓയിൽ ഒക്കെ റീപർച്ചേസ് ചെയ്യുക. പർച്ചേസ് യുവർ ഹെൽത്ത് കെയർ പ്രോഡക്റ്റ് 95, കൗജപ്രാഷ്, ഇമ്മ്യൂണോ3, സ്പൈർലീന, ഇതുപോലുള്ള പ്രോഡക്ട്സുകൾ റീപർച്ചേസ് ചെയ്യുക. ന്യൂട്രലൈഫ്, വുമൺ കമ്പാനിയൻ. പർച്ചേസ് യുവർ ഹോം കെയർ പ്രോഡക്ട്സ്, ഡിഷ് വാഷ്, ബാത്റൂം ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ എല്ലാം റീപർച്ചേസ് ഉപയോഗിക്കുക. ഇംപ്രൂവ് യുവർ പ്രോഡക്റ്റ് ബിലീഫ്. ഉപയോഗിച്ച് നിങ്ങളുടെ വിശ്വാസം കൂട്ടുക. ഇതെല്ലാം നമ്മൾ റീപർച്ചേസ് ചെയ്യണം. നമ്മൾ റീറ്റെയിൽ ചെയ്യുകയും വേണം. ഉപയോഗിച്ച് വിശ്വാസം കൂട്ടുക. റീറ്റെയിലിംഗ്, ഇത് റീറ്റെയിലിംഗ് ഒരു ചാർട്ടാണ്. എക്സാമ്പിൾ, ഇന്ന് 10,000 രൂപയുടെ 2 എലൈറ്റ് പാക്കേജ് എടുത്തു, 20,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു. എത്ര രൂപയുടെ പ്രോഡക്റ്റ് കിട്ടും? ഇപ്പോൾ എടുക്കുമ്പോൾ 1,500 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ടും കിട്ടും. അത് എക്സ്ട്രാ. അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ചാമ്പ്യനിൽ നിങ്ങൾ പങ്കെടുക്കുക. 15% പ്രോഡക്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടും. അങ്ങനെയാണെങ്കിൽ 20,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു. ഈ കാൽക്കുലേഷനിൽ പ്രോഡക്റ്റ് ചാമ്പ്യൻ ഇല്ല കേട്ടോ, നിങ്ങൾ തന്നെ കൂട്ടി നോക്കിയാൽ മതി. വലിയ എമൗണ്ട്, വലിയ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. ഈ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തു, ഒരു 30% റീറ്റെയിൽ പ്രോഫിറ്റ് വെച്ചുള്ളൂ. 7,000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ്. ഓർഗനൈസേഷൻ 1-ലും 2-ലും കൂടെ പർച്ചേസ് ചെയ്തു. 1,000 രൂപ സെയിൽസ് ടേൺ ഓവർ ബോണസ്. ടോട്ടൽ ഇൻകം 8,000 രൂപ. 1,000 രൂപ എക്സ്പെൻസ് ആയിട്ട് പോയി. അത് റീപർച്ചേസ് ചെയ്തു. 27,000 രൂപയുടെ പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്തു. 9,500 റീറ്റെയിൽ പ്രോഫിറ്റ്, 1,300 രൂപ ഇൻകം. ആ 1,300 രൂപ എക്സ്പെൻസ് ആയിട്ട് എടുത്തു. അങ്ങനെ 27,000 9,500 കൂടെ ഒരുമിച്ച് റീപർച്ചേസ് ചെയ്തു. 36,500, 12,500 റീറ്റെയിൽ പ്രോഫിറ്റ്, 1,800 രൂപ ഇൻകം, 1,800 രൂപ നമ്മുടെ എക്സ്പെൻസ് ആയിട്ട് എടുത്തു. അതായത് ട്രാവലിംഗ് എക്സ്പെൻസ്. 36, 12 കൂടെ റീപർച്ചേസ് ചെയ്തു. 49,000, 17,000 രൂപ റീറ്റെയിൽ പ്രോഫിറ്റ്, 2,500 രൂപ ഇൻകം, 2,500 രൂപ എക്സ്പെൻസ് ആയിട്ട് എടുത്തു. അങ്ങനെ 66,000 രൂപ, 49, 17,000 കൂടെ പർച്ചേസ് ചെയ്തു. അങ്ങനെ 66, 23,000. അങ്ങനെ നോക്കുവാണെങ്കിൽ 20,000 രൂപയെ തുടങ്ങിയാൽ നമ്മളിങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്തു വരുവാണെന്നുണ്ടെങ്കിൽ മൊത്തം ഏണിങ്സ് 69,000 റുപ്പീസ് പ്ലസ് ഇതിന്റെ 15%. ഇതിന്റെ അല്ല, 20,000, 27,000, 36,000, 49,000, 66,000 കൂടെ കൂട്ടിയിട്ട് അതിന്റെ 15% നിങ്ങളൊന്ന് എഴുതിയെടുത്തോളൂ, അല്ലെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്നിട്ട് ആ ഇടത്തെ സൈഡിൽ ഇതുപോലൊരു ചാർട്ടിൽ ചെയ്ത് വെച്ചിട്ട് ഇടത്തെ സൈഡിലുള്ള എമൗണ്ട് കൂടെ കൂട്ടിയാൽ അതിന്റെ 15% എക്സ്ട്രായും കിട്ടും. സോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 7 സ്റ്റെപ്പ് ടു സക്സസ്, ഇത് ഒന്ന് വ്യക്തമായിട്ട് എഴുതിയെടുക്കുക. ഈ ബിസിനസ്സിൽ തുടക്കക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. 7 സ്റ്റെപ്പ് ടു സക്സസ് ഒന്ന് ജസ്റ്റ് എഴുതിയെടുത്തോളൂ. വിജയത്തിലേക്കുള്ള 7 പടികളാണിത്. ഇത് ചെയ്യുന്ന ആൾക്കാരും കൂടെ വരുന്നവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരും വരുന്ന ഒരു 3 വർഷത്തിനുള്ളിൽ ഈ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി മാറും. ബ്രാൻഡ് അംബാസഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരത്തിൽ ഏറ്റവും വലിയ വീടും ഏറ്റവും വലിയ വണ്ടിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ ആൾക്കാർ പറയും എലമെന്റ്സിലൂടെയാണ് ഇങ്ങനെ വലിയ ലെവലിലേക്ക് എത്തിയത്, അതിലൂടെയാണ് ഈ വണ്ടിയും വീടൊക്കെ വെച്ചത്, അതുകൊണ്ട് എലമെന്റ്സിന്റെ ബ്രാൻഡ് അംബാസഡറാണ്. എല്ലാവരും എലമെന്റ്സ് എന്നാ പറയുന്നത്. മൈലേജിനേക്കാൾ ഉപരി എല്ലാവരും എലമെന്റ്സ് എന്നാ പറയുന്നത്. നമ്മുടെ പ്രോഡക്ട്സ് എല്ലാവർക്കും അറിയാം, ചുമന്നകളല്ല പ്രോഡക്റ്റ്. കമ്പനിയുടെ പേര് അറിയത്തില്ലെങ്കിലും മിക്കവർക്കും കമ്പനിയുടെ പേര് അറിയത്തില്ല, പക്ഷെ പ്രോഡക്റ്റ് ഇത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പലർക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം.
ഇത് പറഞ്ഞു, അയ്യോ ഇതിന്റെ ഹെയർ ഓയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഇതിന്റെ വൂണ്ട് ഹീലിംഗ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, ഈ പേസ്റ്റ് ഞാൻ ഉപയോഗിച്ചതാ, ഹെർബൽ പേസ്റ്റ് അടിപൊളിയാ കേട്ടോ, ഇത് എവിടെ കിട്ടും, തപ്പി നടക്കുവായിരുന്നൊക്കെ പല ആൾക്കാർ എന്നോട് പറയാറുണ്ട്. അപ്പൊ എലമെന്റ്സ് എല്ലാവർക്കും അറിയാം. അപ്പൊ എലമെന്റ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയി മാറും. ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്താലും, ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മുടെ കൂടുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും. അപ്പൊ നമ്മൾ കൂടുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ ഇത് ചെയ്ത് നമ്മളൊരു വിശ്വാസിയായി മാറുക, മാറിയിട്ട് നമ്മുടെ കൂടുള്ളവരെ ആ വിശ്വാസം പകർന്നു കൊടുക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 7 steps ടു സക്സസ്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എല്ലാ ബിസിനസ്സിലും 2 റോ മെറ്റീരിയൽ ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. എല്ലാ ബിസിനസ്സിലും 2 റോ മെറ്റീരിയൽ ഉണ്ട്. ഞാൻ നേരത്തെ കാണിച്ച യൂസഫ് അലിക്കും ലുലുവിലെ യൂസഫ് അലിക്കും 2 റോ മെറ്റീരിയൽ ഉണ്ട്. ഒരു റോ മെറ്റീരിയൽ എന്താണ്? ഒരു റോ മെറ്റീരിയൽ ആണ് പുള്ളിയുടെ പ്രോഡക്റ്റ്, പുള്ളിയുടെ സ്ഥാപനവും പുള്ളിയുടെ പ്രോഡക്റ്റും. രണ്ടാമത്തെ റോ മെറ്റീരിയൽ എന്താണ്? മാൻ പവർ, മനുഷ്യൻ, പുള്ളിയുടെ എംപ്ലോയീസിന്റെ കപ്പാസിറ്റി. 2 റോ മെറ്റീരിയൽ. അപ്പൊ ഇവിടെയും 2 റോ മെറ്റീരിയൽ നമുക്ക് വേണം. ഇവിടെയും ഉണ്ട് പ്രോഡക്റ്റ്, ഇവിടെയും റീറ്റെയിലിംഗ് ചെയ്യണം, ഇവിടെയും വേണം മാൻ പവർ, ഇവിടെയും റിക്രൂട്ട്മെന്റ് ചെയ്യണം. സോ ഇവിടെയും വേണം 2 റോ മെറ്റീരിയൽ. ആ 2 റോ മെറ്റീരിയലിനെ കണ്ടെത്താനാണ് ലിസ്റ്റ് മേക്ക് ചെയ്യാൻ പറയുന്നത്. പിടികിട്ടിയോ? യൂസഫ് അലി ഇപ്പം പിന്നെ ലുലു തുടങ്ങിയിട്ട് പുള്ളി വെറുതെ ഇരുന്ന് ഞാൻ കച്ചവടം നടക്കുവോ? എംപ്ലോയീസ് വേണ്ടേ? കാഷ്യർ മുതൽ എല്ലാ ജോലിയും ചെയ്യുന്ന എംപ്ലോയീസ് വേണം. അപ്പൊ അവിടെയും റിക്രൂട്ട്മെന്റ് വേണം, ഇവിടെയും റിക്രൂട്ട്മെന്റ് വേണം. ഇവിടെ ഉണ്ട് റോ മെറ്റീരിയൽ, ഉപയോഗിക്കാൻ പ്രോഡക്റ്റുകളുണ്ട്. അപ്പൊ ലിസ്റ്റ് മേക്ക് ചെയ്യണം. ആ ലിസ്റ്റ് ഒന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് പ്രോഡക്റ്റ് റീറ്റെയിലിംഗ് കൊടുക്കണം. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് സൂം GTSലൂടെയൊക്കെ പ്രോഗ്രാം പറഞ്ഞു കൊടുക്കണം. ആ പ്രോഗ്രാം കേട്ട ആൾക്കാരെ ഫോളോ അപ്പ് ചെയ്യണം, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യണം, അവരെ ക്ലോസ് ചെയ്യണം, അവരെ ID ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യണം, അവരെ ഈ സെയിം ട്രെയിനിങ് പ്രോഗ്രാം, നിങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം. കൊറോണ എല്ലാം കഴിഞ്ഞ് ഹോം മീറ്റിംഗ് വെക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അപ്പൊ 1 by 1 ആയിട്ട് ഞാനൊന്ന് പറയാം. ഇതൊക്കെ സൂമിന്റെ സഹായത്തോടെ ചെയ്യാം. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. ടീം മീറ്റിങ്ങുകൾ ഇന്ന് നടക്കാം. പ്രോഡക്റ്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. ഡിജിറ്റൽ കൺവേർഷൻ. എന്താണ് ഡിജിറ്റൽ കൺവേർഷൻ? സൂം എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. 45 മിനിറ്റ് ഉണ്ട്. 45 മിനിറ്റ് ഒരാളെ BOP കേൾപ്പിച്ചു കഴിഞ്ഞാൽ സൂമിന്റെ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് 45 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫോളോ അപ്പ് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യുന്ന എന്ത് ഡൗട്ട് വേണമെങ്കിലും അവരെ ക്ലിയർ ചെയ്യാം. ഗൂഗിൾ പേ വഴി പൈസ വാങ്ങിക്കാം. പ്രോഡക്റ്റ് ഇപ്പൊ കൊറിയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെ എടുത്തു കൊടുക്കാം. നമ്മുടെ ഇന്ന് എസെൻഷ്യൽ സർവീസ് നമ്മളെ പെടുത്തിയിട്ടുണ്ട്, വെറുതെ പെടുത്തുകയല്ലോ അല്ലേ? എസെൻഷ്യൽ സർവീസിൽ പെടുത്തിയിട്ടുണ്ട്. പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഡെലിവറി ചെയ്യാം. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് പ്രിപ്പറേഷൻ വളരെ മസ്റ്റ് ആണ്. അപ്പം റിക്രൂട്ടിംഗ് എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ലിസ്റ്റ് മേക്കിംഗ് ചെയ്യണം, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. എങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം? നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ വെറുതെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യരുത്. അപ്ലൈന്റെ സഹായത്തോടു കൂടി, ഈ ബിസിനസ്സിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ സഹായത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. ലിസ്റ്റ് മേക്കിംഗ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഇൻവിറ്റേഷൻ നേരത്തെ പറഞ്ഞ പോലെ GTSലൊക്കെ നമ്മൾ വിളിക്കുക, ക്ലോസ് ചെയ്യുക. എങ്ങനെയാണ് ലിസ്റ്റ് മേക്കിംഗ്? ആദ്യം ലിസ്റ്റ് മേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഒന്ന് എഴുതിക്കോ. ഇതിനൊരു പ്രോജക്റ്റ് ആയിട്ട് കാണുക. ഈ ബിസിനസ്സിനെ നിങ്ങളൊരു പ്രോജക്റ്റ് ആയിട്ട് കാണുക. ഇതിനൊരു വലിയ വ്യവസായമായി കാണുക. ഇതിനൊരു പ്രോജക്റ്റ് ആയിട്ട് കാണുക. ആദ്യമായിട്ട് ഈ ബിസിനസ്സിൽ ഞാൻ വിജയിച്ച ഒരു രീതിയാണ് പറഞ്ഞു തരുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിനൊരു പ്രോജക്റ്റ് ആയിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ 2021 ഒരു ഡയറി വാങ്ങിക്കുക. ഇതുപോലെ 2021 അതിലേക്ക് ഒരു 100 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. റോ മെറ്റീരിയൽ വേണമല്ലോ. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണ്ട്, നമുക്ക് കൊടുക്കാൻ കസ്റ്റമേഴ്സ് വേണം, നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണം. അപ്പം ഒരു റോ മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്, പ്രോഡക്റ്റ്. രണ്ടാമത്തെ റോ മെറ്റീരിയലിന് വേണ്ടി സിസ്റ്റമാറ്റിക് ആയിട്ട് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെയാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പ്രിപ്പയർ എ പ്രോജക്ട് 100 വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ്. യാതൊരു മുൻവിധിയും കൂടാതെ, ഇയാള് പറ്റുവോ, ഇയാള് പറ്റത്തില്ലേ, ഇയാൾക്ക് ആവശ്യമുണ്ടോ, ഇയാൾക്ക് ആവശ്യമില്ലേ എന്നൊന്നും നോക്കാതെ ഒരു 100 പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. 100 പേരുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തതിനു ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആരുടെ സഹായത്തോടു കൂടി? നമ്മളെ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ അപ്ലൈൻ അല്ലെ നമ്മുടെ സ്പോൺസറിന്റെ സഹായത്തോടു കൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് ഷോർട്ട് ലിസ്റ്റിങ്ങിന് പറയുന്ന പേര്? ഒന്ന് നോട്ട് ചെയ്തോളൂ. പ്രോജക്റ്റ് 100 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. പ്രോജക്റ്റ് 100. ആ പ്രോജക്റ്റ് 100ൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പ്രോസ്പെക്ട് 20 ആക്കി മാറ്റണം. എന്താണ് പ്രോസ്പെക്ട്?
പ്രോസ്പെക്ടിങ് എന്ന് നമ്മൾ പറയത്തില്ലേ, അയാൾ എന്റെ പ്രോസ്പെക്റ്റ് ആണ്, നമുക്ക് പ്രോസ്പെക്ടിങ് ചെയ്യണം. പ്രോസ്പെക്ട് 20 ആയിട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. ഇവർക്കാണ് നമ്മൾ ആദ്യം പ്രോഡക്റ്റ് കൊടുക്കുന്നതും ബിസിനസ് പറയുന്നത്. അപ്പൊ എങ്ങനെ വേണം പ്രോസ്പെക്ട് 20 ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ? ഫോം ടെക്നിക്കിൽ വേണം ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ. ഫോം ടെക്നിക് എന്താണ്? ഫോം ടെക്നിക് അതായത് ഈ 100 പേരിൽ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിനെ നന്നായിട്ട് നോക്കണം, എനിക്ക് നന്നായിട്ട് ജീവിക്കണം, നല്ല മെച്ചപ്പെട്ട സാഹചര്യം എൻ്റെ കുടുംബത്തിന് കൊടുക്കണം, എൻ്റെ കുട്ടികളെ നന്നായി പഠിപ്പിക്കണം, എൻ്റെ വൈഫിനെ നന്നായിട്ട് നോക്കണം, എൻ്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കണം, നല്ല വീട്ടിൽ താമസിക്കണം, നല്ല വാഹനം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരെയാണ്. അവരുടെ വിദ്യാഭ്യാസമോ അവരുടെ ലുക്സോ അവരുടെ ജാതിയോ അവരുടെ പ്രായമോ ഒന്നും നോക്കണ്ട, അവരുടെ ലിംഗം ഒന്നും നോക്കണ്ട. എൻ്റെ കുടുംബത്തിന് എനിക്ക് നന്നായി നോക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ ഒരു 5 പേരുടെ ലിസ്റ്റ് എഴുതുക. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരിക്കാം, അയാൾക്ക് പക്ഷേ സ്വന്തം കുടുംബത്തിന് നോക്കണമെന്ന് ആഗ്രഹമില്ല. അയാളെ എഴുതിയെടുത്ത് ഒരു കാര്യമില്ല. സ്വന്തം കുടുംബത്തിന് നോക്കണമെന്ന് ആഗ്രഹമില്ലാത്തവന്റെ പേര് എഴുതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവും ഇല്ല. സോ ഫോം ടെക്നിക്കിൽ ആദ്യം സ്വന്തം ഫാമിലിനെ നന്നായിട്ട് നോക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുടെ 5 പേര് എടുക്കുക. അടുത്തത് ഒക്യുപ്പേഷൻ, തൊഴില്. തൻ്റെ നിലവിലുള്ള തൊഴിൽ മേഖലയിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് അർപ്പണ മനോഭാവത്തോടു കൂടി തൻ്റെ പ്രവൃത്തി നന്നായിട്ട് ചെയ്യുന്ന, തൊഴിൽ മേഖലയിൽ നന്നായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ 5 പേരെടുത്ത് എഴുതുക. അവർ ഏത് മേഖല എടുത്താലും അവർ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അവർ ഇത് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. നിലവിൽ ചെയ്യുന്ന ജോലിയിൽ വളരെ കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇത് മനസ്സിലാക്കി കൊടുക്കണം. അവരങ്ങനെയാണെങ്കിൽ ഇവിടെയും കമ്മിറ്റഡ് ആയിരിക്കും. റിക്രിയേഷൻ, യാത്രകൾ, അംഗീകാരം, അതായത് പ്രാഞ്ചി ഏട്ടന്മാരെന്ന് വേണേ പറയാം. ഇതിൽ കൈയടിയൊക്കെ താല്പര്യമുള്ള, 4 പേരുടെ മുമ്പിൽ ഒരു റെക്കഗ്നൈസേഷനൊക്കെ താല്പര്യമുള്ള, യാത്രകളൊക്കെ താല്പര്യമുള്ള ആൾക്കാർ, റിക്രിയേഷൻ, അങ്ങനെയുള്ള ആൾക്കാരെ ഒരു 5 പേര് എഴുതുക. മണി, പൈസയോട് നല്ല ആവശ്യം ആഗ്രഹമുള്ള ആൾക്കാരെ. ഇങ്ങനെ 20 പേരുടെ ലിസ്റ്റാണ് എടുത്തെഴുതേണ്ടത്. ഇവരെ വിളിക്കണം, ഫോണിൽ വിളിക്കണം. ഫോണിൽ വിളിച്ച് നമ്മുടെ ഓൺലൈൻ GTS കേൾപ്പിക്കണം. അല്ലെങ്കിൽ ഇവർക്ക് ഈ ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഈ പ്രോഡക്റ്റ് പറഞ്ഞു കൊടുക്കണം. ഇവരെ കൊണ്ട് ഈ പ്രോഡക്റ്റ് ഉപയോഗിപ്പിക്കണം. റീറ്റെയിനിങ്, വെൽക്കം മീറ്റ്. എന്താണ്? ഒരാൾ 25,000 രൂപയുടെ പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അയാളെ ഒന്ന് കാണണം, അല്ലെങ്കിൽ കണ്ട് അയാളോട് സംസാരിക്കണം. സംസാരിച്ചിട്ട് ഒരു വാക്സിനേഷൻ കൊടുക്കണം. കോവിഡ് ഷീൽഡും കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ ഒരു വാക്സിനേഷൻ ആണിത്. നമ്മുടെ വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വാക്സിനേഷൻ എന്ന പേര് എല്ലാവരും ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നതാണ്. വാക്സിനേഷൻ കിട്ടാനില്ല. അപ്പൊ നമുക്ക് എങ്ങനെ വാക്സിനേഷൻ കൊടുക്കാൻ പറ്റും? വാക്സിനേഷൻ കൊടുക്കണം. സാറേ, ഈ ബിസിനസിനെ സംബന്ധിച്ചോളം 2 വർഷം ആയിട്ടുള്ളൂ, 2 വർഷം തികച്ചായിട്ടില്ല. ഈ ബിസിനസ് സാറിന്റെ ഫാമിലിയിലോ സാറിന്റെ റിലേറ്റീവ്സിലോ സാറിന്റെ ഫ്രണ്ട്സിലോ ആരും ചെയ്ത് വിജയിപ്പിച്ചതല്ല. സ്വാഭാവികമായിട്ടും അവരോട് ഇത് ഡിസ്കസ് ചെയ്ത് അവർക്ക് ഇതിനെ പറ്റിയുള്ള അറിവില്ല. സാറിന്റെ ട്രെയിനിങ് പ്രോഗ്രാം FSS എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന ട്രെയിനിങ്, ആ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഈ ബിസിനസിനെ പറ്റി സാർ പറയാവുള്ളൂ. അങ്ങനെയുള്ളൊരു വാക്സിനേഷൻ കൊടുക്കണം. അവരെ ആദ്യം FSS, ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, ഇപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ ഒരാളെ ബിസിനസ്സിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ഇറങ്ങി നിൽക്കാവുള്ളൂ. ഒരു കാരണവശാലും ഒരു അറിവില്ലാത്ത ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകില്ല. ഒരു അവിശ്വാസത്തോടെ ഇറങ്ങി നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഒരു വിശ്വാസത്തോടെ നിന്നിട്ടേ കാര്യമുള്ളൂ. സോ വിശ്വാസം എങ്ങനെ കിട്ടും? അറിവിലൂടെ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരാളുടെ കൂടെ ബിസിനസ് ചെയ്യാൻ നിൽക്കാവുള്ളൂ. സോ ഡ്യൂപ്ലിക്കേറ്റ്. എന്താണ് നമ്മൾ ചെയ്തത്? നമ്മൾ കൂടുതൽ ആൾക്കാരെ പഠിപ്പിച്ചത് എന്താണ്? അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ റെഗുലർ പ്രോഗ്രാംസ്. ഡ്യൂപ്ലിക്കേഷൻ എങ്ങനെയാണ് സംഭവിക്കുന്നത്? റെഗുലർ പ്രോഗ്രാംസ്. അതിനാണ് നമ്മൾ എല്ലാ ആഴ്ചയും റെഗുലർ പ്രോഗ്രാംസുകൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയും ഹിസ്റ്റോറി എന്ന് പറഞ്ഞ പ്രോഗ്രാം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ആഴ്ചയും മോർണിംഗ് മീറ്റിങ്ങുകൾ വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും നിർബന്ധിച്ച് കയറാനും പറയുന്നത്. പഠിക്കണം. പഠിക്കാതെ നടക്കൂല. പഠിക്കാതെ ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നില്ല. ഗ്രോത്ത് ഓഫ് എ ബിസിനസ്. നമ്മൾ പല ആൾക്കാരും പറയും, എനിക്ക് ആളെ കിട്ടുന്നില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ലൈക്ക് കൊറോണ പവർ ഓഫ് കോമ്പൗണ്ടിങ് ആണ്. കമ്മ്യൂണിറ്റി സ്പ്രെഡിങ് നടക്കും. ഒരു ഘട്ടം കഴിയുമ്പോൾ 1 2 ആവും, 2 4 ആവും, 4 8 ആവും. പവർ ഓഫ് കോമ്പൗണ്ടിങ് ഇവിടെ സംഭവിക്കും. ഒരാളെ ഡിസ്ട്രിബ്യൂട്ടറായി ആദ്യത്തെ ഒരു മാസം ഒരാളെ റിക്രൂട്ട് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടറായി ആദ്യത്തെ മന്ത് ഒരാളെ റിക്രൂട്ട് ചെയ്തു. 12 മാസം കൊണ്ട് ആ ഓരോരുത്തരും 12 പേർ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ 12 പേര് ഓരോരുത്തരും വെച്ച് 12 മാസം കൊണ്ട് അടുത്ത 3ാമത്തെ വർഷം റിക്രൂട്ട് ചെയ്യാൻ 144 + 12. അങ്ങനെയാണെങ്കിൽ 156 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകും.
ഒരു 3 വർഷം നമ്മൾ അങ്ങനെ ഓരോരുത്തരെ വെച്ച് ഓരോ മാസം റിക്രൂട്ട് ചെയ്താൽ പോലും യുവർ വർക്കിംഗ് അവർ വിൽ ബി 2021 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടോട്ടൽ ആവും. ഈ കാൽക്കുലേഷൻ സ്ക്രീൻഷോട്ട് എടുത്തോളൂ. 2028 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആകും. അങ്ങനെയാണെങ്കിൽ 2028 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരവർക്ക് വേണ്ടി 2 മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു ദിവസത്തെ നിങ്ങളുടെ വർക്കിംഗ് അവർ 4056 വർക്കിംഗ് അവറായി നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നിങ്ങളൊരു വ്യവസായിയായി മാറുന്നത്. ഇവിടെയാണ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു വ്യവസായിയായി മാറുന്നത്. ഇവിടെയാണ് ടൈം ലിവറേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഈ പ്ലാറ്റ്ഫോമിന്റെ ഗുണം. ഇതുകൊണ്ടാണ് പല ആൾക്കാരെയും ഇവിടെ അറിയുന്നത്. ഒരു 3 മുതൽ 5 വർഷം കഴിയുമ്പോൾ പല ആൾക്കാരെയും അവരുടെ സമൂഹത്തിൽ തന്നെ അറിയാനുള്ള കാരണം വർക്കിംഗ് അവർ അവർക്ക് കൂട്ടിയെടുക്കാൻ പറ്റി. ഈ ടെക്നോളജിയുടെ ഭാഗമായിട്ട് വർക്കിംഗ് അവർ കൂട്ടിയെടുക്കാൻ പറ്റി. ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്രഷൻ എല്ലാം കഴിഞ്ഞ് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം ഐഡികൾ മാത്രം നോക്കുകയാണെങ്കിൽ മോർ ദാൻ 25,000 ഐഡീസും മേളില് എന്റെ ടീമിലുണ്ട്. 2 മണിക്കൂർ വെച്ച് ഒരു വ്യക്തി വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ദിവസത്തെ വർക്കിംഗ് അവർ എന്ന് പറയുന്നത് 50,000 വർക്കിംഗ് അവർ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വരുമാനവും കിട്ടുന്നത്. സോ അതെന്റെ കഴിവല്ല. ഈ ബിസിനസ്സിൽ ഞാൻ നിന്നതുകൊണ്ട് ഈ ബിസിനസിന്റെ രീതിയാണ് വർക്കിംഗ് അവർ കൂട്ടാൻ പറ്റുക എന്നുള്ളത്. സോ ഇതൊരാശയമാണ്. തുടക്കത്തിൽ പറഞ്ഞ കണക്ക് മോസ്റ്റ് മോഡേൺ മാർക്കറ്റിംഗ് ടെക്നിക് ഇൻ ദ വേൾഡ്, ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രി ഇൻ ദ വേൾഡ്. എന്തുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നു? ട്രേഡ് വിത്ത് ടെക്നോളജി. കച്ചവടം, ട്രേഡിംഗ് കച്ചവടം, ട്രേഡ് ചെയ്യുന്നത് ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാണ്. അങ്ങനെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടിയാവുമ്പോൾ നമ്മൾ എഫേർട്ട് ഇടുന്നു, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ആ ടീം ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ആവുന്നു, പിക്കപ്പ് സെന്ററിന്റെ പല സ്ഥലങ്ങളിലും ഒക്കെ നമുക്ക് ടീം ആവുന്നു. കേരളത്തിന് പുറത്തും ഒരുപാട് ലീഡേഴ്സ്, CTC ITC ലീഡേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു. അവരുടെ ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇൻറ്റു 2 hours നോക്കുകയാണെങ്കിൽ അതായിരിക്കാം നമ്മുടെ വർക്കിംഗ് അവർ. അതുകൊണ്ടാണ് നമുക്ക് വലിയ വരുമാനം ആഴ്ചയിൽ 2,10,000 രൂപ കിട്ടുന്നത്. ഇറ്റ്സ് എ സ്ട്രാറ്റജി. ഇതൊരു സ്ട്രാറ്റജിയാണ്. സോ ഇതിന്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ നമ്മളും വർക്കിംഗ് അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 456 മണിക്കൂർ എന്ന് നോക്കുമ്പോൾ 8 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നാൽ യുവർ 250 ഡേയ്സ് നമ്മുടെ 254 ദിവസമായിട്ട് മാറും. ഒരു ദിവസം നമ്മുടെ 254 ദിവസമായിട്ട് മാറും. അതാണ് ഇതിന്റെ കപ്പാസിറ്റി. അങ്ങനെയാണ് ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്താൽ ആഴ്ച 2,10,000 രൂപ, മാസം 8,40,000 രൂപ മുതൽ മാസം 1 കോടി രൂപ വരെ ഈ കമ്പനിയിൽ വാങ്ങിക്കുന്ന ആൾക്കാർ ഇന്ന് ഇന്ത്യയിലുള്ളത് ഈ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ടാണ്. സോ യു ക്യാൻ സേവ് 250 days പെർ യുവർ 1 day. നിങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് 253 ദിവസമായിട്ട് മാറും. വല്ലാത്തൊരു ഇന്ദ്രജാലം തന്നെ. ദിസ് ഇസ് ടെക്നോളജി. ഈ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതാണ് ഇതിന്റെ ഗുണം. The scope of direct selling in India, total population 130 കോടി, needy peoples 100 കോടി, total industry involved in below 30 sites 100 കോടി 30 ലക്ഷം ആൾക്കാർ മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. പോപ്പുലേഷൻ 3 CR, needy people almost 18 above, 18 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാർ ഇൻവോൾവിംഗ് 1%. ആവശ്യമുള്ള 18 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാര് ഇതുവരെ ഈ ഇൻഡസ്ട്രിയിൽ 1% മാത്രമേ ഇൻവോൾവ് ആയിട്ടുള്ളൂ. നിങ്ങൾ ഇതിന്റെ സ്കോപ്പ് മനസ്സിലാക്കണം. ഹ്യൂജ് സ്കോപ്പ്. വി ആർ 100% ലക്കി. വലിയ സ്കോപ്പാണ്. റൈറ്റ് ടൈം റൈറ്റ് ഓപ്പർച്യൂണിറ്റി നിൽക്കുന്ന ആൾക്കാരെ വിജയിക്കുള്ളൂ. ഇതിപ്പോ റൈറ്റ് ടൈം റൈറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇതാരാണ്? ഇദ്ദേഹം തഹൻ ഷാ, കാലിക്കറ്റാണ് സ്വദേശം. ഇന്ന് ഈ കമ്പനിയുടെ നാഷണൽ ടീം കോർഡിനേറ്റർ NTC ആണെന്ന് തോന്നുന്നു. മോർ ദാൻ ലാക്സ് ആണ് പുള്ളിയുടെ ഇൻകം. 2 കൈയും 2 കാലും ഇല്ല. ഞാൻ കാണിക്കാനുള്ള കാരണം, ഒരു ബിഗ് ഷോപ്പറിനകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20-25 kg കാണും. ഒരു ബിഗ് ഷോപ്പറിനകത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പോളിയോ ബാധിച്ച് കൈയും കാലും ഇല്ല. കൈയും കാലും ഉണ്ട്, സ്വാധീനമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ മനസ്സിന് 10 കൈയും കാലും ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയിൽ കൈയും കാലൊന്നും വേണമെന്നില്ല 2 വാങ്ങിക്കാൻ. ഫോളോ ദ പ്രോസസ്. സിസ്റ്റം മാത്രം ഫോളോ ചെയ്യുക. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കുന്ന വണ്ടി 10-15 ലക്ഷം രൂപയ്ക്ക് മേളിൽ വരുന്ന റിനോൾട്ടിന്റെ ഒരു XUV ആണ് ഉപയോഗിക്കുന്നത്. ഡ്രൈവർ ഉണ്ട്. ഇന്ന് വലിയൊരു ലീഡറാണ്, വലിയ ടീമിനെ നയിക്കുന്ന ലീഡറാണ്. കൈയും കാലും ഒന്നും വേണമെന്നില്ല, മനസ്സ് മാത്രം മതി. മനസ്സ് ചെയ്യാനുള്ളൊരു മനസ്സും, പഠിക്കാനുള്ളൊരു മനസ്സും, സപ്പോർട്ട് ചെയ്യാനുള്ളൊരു മനസ്സും, സിസ്റ്റം ഫോളോ ചെയ്യാനുള്ളൊരു മനസ്സും. സോ ഡയറക്റ്റ് സെല്ലിംഗ് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ്?
ടീം വർക്ക്, ഇതൊരു ടീം വർക്കാണ്, ഒറ്റയ്ക്കല്ല. നോ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ്. ഈ മേഖലയിൽ ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഇപ്പൊ നോക്കുക, ടൂറിസം മേഖലയിലൊക്കെ എത്ര ബോട്ടൊക്കെ കിടന്നാണ് ദ്രവിച്ചു പോകുന്നത്. നമുക്ക് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് വല്ലതും ഉണ്ടോ? റിവാർഡ്സ് ആൻഡ് റെക്കഗ്നൈസേഷൻ, അംഗീകാരം, തൊപ്പിയും പൊന്നാടയും സൂട്ടും മാലയും മറ്റേ ജഗതി ഇറക്കുന്ന കണക്ക് നാരങ്ങാമാല, ജണ്ട് എല്ലാം ഇവിടെ കിട്ടും. ഹാരങ്ങൾ, നാരങ്ങാമാല, ജണ്ട് എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. റിലേഷൻഷിപ്പ്, ഒരുപാട് ബന്ധങ്ങൾ. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എവിടെ പോയാലും വണ്ടി ഒന്ന് പഞ്ചറായി കഴിഞ്ഞാൽ രാത്രി ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റേഴ്സിൽ എവിടെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. ഇന്നെനിക്ക് അനൂപ് സാറിനൊക്കെ ഇന്ത്യയിൽ എവിടെ പോയാലും ഒന്ന് ഒരു അത്യാവശ്യം രാത്രി വന്ന് ഒരു കോൾ കഴിഞ്ഞാൽ അവിടുത്തെ ലീഡറിനെ കോൾ ചെയ്താൽ ആ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആ 10 കിലോമീറ്റർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അത്രയും റിലേഷൻഷിപ്പ്, അത്രയും മണി ഫ്രീഡം, പാസീവ് ഇൻകം, ജീവിച്ചില്ലെങ്കിൽ ഇരുന്നില്ലെങ്കിൽ പോലും വരുമാനം ഒരു ടേൺ പീരീഡ് കഴിഞ്ഞപ്പോൾ വന്നുകൊണ്ടിരിക്കും. ടൈം ഫ്രീഡം. സാധാരണ ബിസിനസ്സുകാർക്ക് സമയമുണ്ട്, അല്ലെ പൈസയുണ്ട്, സമയമില്ല. പക്ഷെ ഇവിടെ ഓർഗനൈസേഷൻ 1നും 2ലും 2 ITസിനെ ക്രിയേറ്റ് ചെയ്ത് 2-10 അവർ വാങ്ങിക്കുന്ന അവസ്ഥയിൽ നമ്മളെ വിളിക്കുമോ അവര്? ഒരിക്കലും ഇല്ല. സമയം ഉണ്ടാവും, പൈസയും ഉണ്ടാവും, നോമിനേഷൻ ഫെസിലിറ്റി, 3 തലമുറയ്ക്ക് വരുമാനം കിട്ടുന്ന ബിസിനസ്. ഹൗ ടു എഡ്യൂക്കേറ്റ്, ബുക്സ്, ഇന്റർനെറ്റ്, ട്രെയിനിങ്, എല്ലാം നമുക്ക് ആൾക്കാരെ പഠിപ്പിക്കാൻ. ഹിസ്റ്ററി, ദ ബെസ്റ്റ് വേ ടു എഡ്യൂക്കേറ്റ്. എല്ലാവരും, ഈ ഇരിക്കുന്ന എല്ലാവരും, നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരെയും, നിങ്ങൾ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കണം. ഹിസ്റ്ററി, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രോഗ്രാം ഒക്കെ ഗ്രീൻ ചേംബർ ഇന്റർനാഷണൽ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഈ പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണം. ട്രെയിനിങ് ഇംപ്രൂവ് നോളജ്. ട്രെയിനിങ് മാത്രമേ വിശ്വാസം, അറിവ് കൂട്ടുകയുള്ളൂ. ട്രെയിനിങ് മാത്രമേ അറിവ് കൂട്ടുകയുള്ളൂ. വി ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രെയിനിങ്. FOD, ഫീൽഡ് ഒബ്സർവേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ. 1-to-1 എന്നൊക്കെ പറയും. നമ്മുടെ ലീഡറുടെ കൂടെ 1-to-1 പോവുക, അവർ പറയുന്നത് കേട്ട് പഠിക്കുക. GTS, എല്ലാ ആഴ്ചയും GTS പ്രോഗ്രാമിൽ കയറുക, അത് കേട്ട് പഠിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, ഈ ട്രെയിനിങ് പ്രോഗ്രാം അതിനകത്ത് കേട്ട് പഠിക്കുക. അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം, ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം, അതൊക്കെ നമ്മൾ ഈ ലോക്ക്ഡൌണിന് ശേഷം വെക്കുന്നതാണ്. BBS, ബിലീഫ് ബിൽഡിംഗ് സെമിനാർ പ്രോഗ്രാം, ഡൂസ് ആൻഡ് ഡോൺസ്. പ്രോഗ്രാം അവസാനിക്കുന്ന നമ്മൾ പ്രോഗ്രാം അവസാനിപ്പിക്കും. നമ്മൾ ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഡൂസ്, ഡോണ്ട് യൂസ് നെഗറ്റീവ് വേർഡ്സ്. ഇതൊരു പോസിറ്റീവ് ആയിട്ടൊരു മേഖലയാണ്. തുടക്കത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കയറി വരേണ്ടത്. അതുകൊണ്ട് നെഗറ്റീവ് വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പബ്ലിക് പ്ലേസിൽ ബിസിനസ് പറയാൻ പാടില്ല. ബിസിനസ് പറയണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ അപ്പോയിന്റ്മെന്റും സമയവും ടൈമും ഒക്കെ എടുത്തിട്ടേ ബിസിനസ് പറയാൻ പാടുള്ളൂ. ഫോൺ ഉപയോഗിച്ച് ഒരു കാരണവശാലും ബിസിനസ്സും പ്രോഡക്ട്സും പറയാൻ നിൽക്കരുത്. ലീഡർ സംസാരിക്കുമ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കരുത്. ഡോണ്ട് പ്ലീഡ് ദ സെയിൽസ്. എടുക്കണമെന്ന് പറഞ്ഞ് കാല് പിടിക്കാൻ പോലും. നമ്മുടെ കയ്യിരിക്കുന്ന വജ്ര ആയുധമാണ്. ഇമ്മ്യൂണിറ്റി ചലഞ്ചും ഇൻകം ചലഞ്ചിനും പറ്റുന്ന സാധനങ്ങൾ. ആൾക്കാർക്ക് രോഗപ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലേ ഉള്ളു പ്രോഡക്റ്റുകൾ. ഇത്രയും പാൻഡമിക് സിറ്റുവേഷനിൽ വരുമാനത്തിന് വേണ്ടി ആൾക്കാർ അലയുമ്പോൾ അവസരം നമ്മുടെ കയ്യിലുണ്ട്. ഒരുത്തരും കാല് പിടിക്കാൻ പോരുത്. അത്ര കോൺഫിഡന്റ് ആയിരിക്കണം. താല്പര്യമുള്ളവൻ വന്നാൽ മതി, ഇല്ലേ വേണ്ട. അത്ര കോൺഫിഡന്റ് ആയിരിക്കണം നമ്മൾ. ഡോണ്ട് പ്ലീഡ്. ഒരു കാരണവശാലും മൈ ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ ഒരുത്തന്റെയും കാല് പിടിക്കരുത്. പ്ലീസ്, ദിസ് ഇസ് മൈ റിക്വസ്റ്റ്. എങ്ങനെയാണ് ആ കോൺഫിഡൻസ് വരിക? അറിവിലൂടെ പറഞ്ഞത്. അതാണ് ട്രെയിനിങ്ങിന് ഇമ്പോർട്ടൻസ് പറഞ്ഞത്. ഡോണ്ട് ഗീവ് എനി റോങ് ഇൻഫർമേഷൻ. ഒരു കാരണവശാലും തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കരുത്. ഒറ്റയ്ക്ക് പുതിയ ആൾക്കാർ ഒറ്റയ്ക്ക് പ്ലാൻ പ്രസന്റേഷൻ ചെയ്യാൻ പോകരുത്. അവർക്ക് വർക്ക്ഷോപ്പ് ഒക്കെ കിട്ടി ആയിട്ട് മാത്രമേ ഒറ്റയ്ക്ക് പോകാൻ പറ്റുള്ളൂ. ഡോണ്ട് ഗീവ് എനി കമ്മിറ്റ്മെന്റ്. തെറ്റായ ഒരു കമ്മിറ്റ്മെന്റ് നമ്മുടെ അസോസിയേഷന് കൊടുക്കരുത്. ഞാൻ അത് ചെയ്തേക്കാം, ഇത് ചെയ്തേക്കാം. പറയുന്ന കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. ഹലോ, പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. ബിലീഫ് പോവും, വിശ്വാസം പോവും ആൾക്കാർക്ക്. അപ്ലൈനെ അസോസിയേഷനും ഗൈഡ് ചെയ്യരുത്, തെറ്റിദ്ധരിപ്പിക്കരുത്. നമ്മളെ ഫ്രണ്ട് ആണെങ്കിൽ പോലും, അല്ല നമ്മുടെ പുരുഷന്മാരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കണം. ഒരു പ്രൂഫ് ഇല്ലാതെ വെറുതെ സംസാരിക്കരുത്. നമ്മുടെ അസോസിയേറ്റ്സോ അപ്ലൈനായിട്ട് ചൂടാകരുത്. നമുക്ക് ചിലപ്പോൾ ചൂടാകുന്ന സ്വഭാവമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇത് സോഷ്യൽ ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. നമ്മുടെ അനാവശ്യമായ സ്വഭാവങ്ങളെല്ലാം നമ്മൾ മാറ്റി വെച്ചിട്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരിക. അല്ലെങ്കിൽ അത് പതുക്കെ നമ്മളിൽ നിന്ന് ഒഴിവാക്കി വിടുക. ചൂടാകുക, ദേഷ്യപ്പെടുക, കള്ളം പറയുക, അനാവശ്യ കാര്യങ്ങൾ ഒരാളെ പറ്റി മറ്റേ സ്ഥലത്ത് ഒരാളെ പറ്റി ഒരു അനാവശ്യം ആളുടെ പ്രസൻസ് ഇല്ലാതെ പറയുക, ഒന്നും ചെയ്യരുത്. അപ്ലൈൻ ഇല്ലാതെ അപ്ലൈനും ഫസ്റ്റ് ഇൻസെന്റീവ് ഇല്ലാതെ, ഫസ്റ്റ് ടൈം ഇൻസെന്റീവും കിട്ടാതെ കൺവിൻസ് ചെയ്യരുത്. തുടക്കത്തിലുള്ള എന്താണ് ലൂസിങ്, ആദ്യത്തെ ഫെയിലിയർ. ആദ്യമൊക്കെ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ പരാജയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഫെയിലിയർ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ബിസിനസിനെ പറ്റി വ്യക്തമായിട്ട് എല്ലാവർക്കും ഒരു ധാരണയില്ല. അപ്പം ആദ്യം ഉണ്ടാകുന്ന പരാജയങ്ങളിൽ വീണു പോകരുത്. ഉയർത്തെഴുന്നേറ്റ് വരണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങുകൾ കൂടിക്കൊണ്ടേയിരിക്കണം. ഗീവ് റെസ്പെക്ട് യുവർ ലൈഫ് ലൈൻ ഈസ് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ തോളത്ത് കൈട്ടുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് ആണ് നിങ്ങളുടെ അപ്ലൈൻ എങ്കിൽ പോലും അയാൾ ഇതിനകത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന നമ്മുടെ ലീഡറായിട്ട് മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ബഹുമാനം കൊടുക്കണം. എടാ പോടാ പേരൊന്നും വിളിക്കരുത്. കോമൺ ആയിട്ടുള്ള സ്ഥലത്ത് റെസ്പെക്ട് കൊടുക്കണം.
റെസ്പെക്ട് കൊടുക്കുക. റെസ്പെക്ട് ആൻഡ് ലവ് യുവർ ബിസിനസ്. സ്നേഹിച്ച് ചെയ്യുക, ഈ ബിസിനസ് ഇഷ്ടപ്പെട്ട് ചെയ്യുക. ഓൾവേസ് കോൺഫിഡന്റ് എനർജി. 2,14,000 രൂപ തരുന്ന ആളാ. 2,10 കിട്ടും. 17,50,000 ഓർഗനൈസേഷൻ 1-ലും 17,50,000 ഓർഗനൈസേഷൻ 2-ലും വന്നാൽ 2,10 തരാം. നല്ലതാ. ഇങ്ങനെയാണോ 2,10 പറയുന്ന ആൾക്കാർ വെക്കേണ്ടത്? ഭയങ്കര പവർഫുൾ ആയിരിക്കണം. കാരണം നമ്മള് നാട്ടിലും കിട്ടാത്ത ഇൻകം ആണ് കൊടുക്കുന്നത്. 8,40,000 രൂപ. ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കണം. അയ്യോ എന്നും പറഞ്ഞൊന്നും പറയരുത്. ഓൾവേസ് റീഡ് മോട്ടിവേഷണൽ ബുക്സ്. മേക്ക് ഡെയിലി കോണ്ടാക്ട്സ്. നമ്മൾ തുടക്കത്തില് നമ്മളൊന്ന് കര കയറുന്നത് വരെ നമ്മൾ ഈ ബിസിനസ്സിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിട്ട് ഡെയിലി കോണ്ടാക്ട്സ് വേണം. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ നമ്മൾ തന്നെ ആലോചിച്ചൊരു വഴിക്കാവരുത്. നമ്മുടെ അപ്ലൈനെ വിളിച്ച് അത് ക്ലിയർ ചെയ്യണം. ഇതൊരു പ്രൊഫഷനായിട്ട് ചെയ്യണം. ഇതൊരു പ്രൊഫഷനായിട്ട് വളരെ പ്രൊഫഷനായിട്ട് ചെയ്യണം. ഡോക്ടേഴ്സിനെയും ലോയറിനെയും ടീച്ചറിനെ പോലെയൊക്കെ പ്രൊഫഷനായിട്ട് ചെയ്യുക. തിങ്ക് ബിഗ്. വലുതായിട്ട് ചിന്തിക്കുക. കാരണം വലുതായിട്ട് ചിന്തിക്കാനും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സെറ്റ് എ ഗോൾ. ഒരു ചെറിയ ഗോളൊക്കെ തുടക്കത്തിൽ വെക്കുക. എനിക്കിത് വളരെ എന്നെ സ്പർശിച്ച ഒരു കോട്ട്സ് ആണ് നമ്മുടെ അബ്ദുൽ കലാം സാർ, ഡോക്ടർ അബ്ദുൽ കലാം സാറിന്റെ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം 2 കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്ക് കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. ശരിയല്ലേ? എന്തോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. 2, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ പോയാൽ കിട്ടൂ? ഡയറി വാങ്ങിച്ച് ലിസ്റ്റ് ഇട്ട് ഇനി അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ അത് എടുക്കൂ? 2,10 കിട്ടുന്ന കാര്യമാണ്. ആൾക്കാർക്ക് ഇതുപോലെ വിശ്വാസം വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ നമ്മളെ കൊണ്ട് കഴിയാതെ ചെയ്യുക. ചില ആൾക്കാർ, ഞാൻ ചിന്തിക്കട്ടെ, ആലോചിക്കട്ടെ, അങ്ങനെ ഇരിക്കും. ശില്പമായിട്ടിരിക്കും അവിടെ. ശില്പം അവിടെ ഇരുന്നങ്ങ് പോകും. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിന്തിച്ച് പ്രവർത്തിക്കുക. ചിന്തിക്കാതെ പ്രവർത്തിക്കുകയും വേണ്ട. ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാതെ ഇരിക്കണ്ട. മണ്ടന്മാരാ ചെയ്യുന്നത്. കുഴിമട്ടിയന്മാരാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. സോ ഇതും കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്തിനാണ് ഇത്തിരി കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് കയറി വരണമെന്ന് പറയുന്നത്? ഇതൊന്നും മനസ്സിൽ കണ്ടോണേ. ഹലോ, തീരുവാണ്. ഇതൊന്നും ശ്രദ്ധിച്ചോ. ഈ സാധനം മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വിഷമവും വരത്തില്ല, ഒരു വിശപ്പും വരത്തില്ല, ഒരു സങ്കടവും വരത്തില്ല. ഈ ആഴ്ച ഇൻകം ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച ഇൻകം കയറ്റിയെടുക്കാം. വിളിച്ചാള് വന്നില്ലെങ്കിൽ നീ പിന്നെ എന്താണ് കടുക്കിനിട്ടവൻ പോയാൽ കമ്മിലിട്ടവൻ വരുമെന്നുള്ള കോൺഫിഡൻസ് ഇങ്ങനെ നിൽക്കും. ഈ സാധനം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇടത്തെ സൈഡ് എൻ ഗ്രാഫ് എന്ന് പറയും. എൻ ഗ്രാഫ്. ഇടത്തെ സൈഡ് കാണുന്നത് എഫേർട്ട്. ചുമല കളറിൽ കാണുന്നതാണ് എഫേർട്ട്. വലത്തെ സൈഡിൽ പച്ച കളറിൽ മുകളിലോട്ട് കാണുന്നതാണ് ഇൻകം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞു, ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വല്ലതും ഉണ്ടോ? ഇൻവെസ്റ്റ് ചെയ്യണോ ഇവിടെ? വേണ്ടല്ലോ. നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു? നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ടീം നമുക്ക് പ്രോഫിറ്റ് തരുന്നു. അപ്പം ആ ടീമിനെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇടുന്ന സമയമാണ് ആ ചുമല കളറിൽ കിടക്കുന്നത്. വർക്ക് നോ ഇൻകം. ഒരു മാസം 30,000 രൂപ ശമ്പളമുള്ള ഒരാളിൽ നിന്ന് വർക്ക് ട്രെയിനിങ് ഒക്കെ മോട്ടിവേഷനായി വർക്ക് 30 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്നും ഇൻകം ഇല്ല. അപ്പം ജോലിയിലെ 30,000 ഇവിടെ കൂടെ നോക്കും. ഇവിടെ എഫേർട്ട് ഇട്ടപ്പോൾ 30,000 കിട്ടി, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഞാൻ നിർത്തി. അതാണ് പറഞ്ഞത്. ഈ സംഭവം മനസ്സിലുണ്ടായിരിക്കണം. വെറുതെ ഇരിക്കുമ്പോൾ കുറെ കഴിയുമ്പോൾ പൈസ വന്നുകൊണ്ടിരിക്കും. അത് ഈ സാധനം മനസ്സിലുണ്ടായിരിക്കണം. ആദ്യം വർക്ക്, ഇൻകം ഇല്ല. കാരണം എന്താണ്? നമ്മുടെ കൂടെ ആൾക്കാർ റീറ്റെയിൽ ചെയ്യണം, ആൾക്കാർ പ്രോഡക്റ്റ് വാങ്ങിക്കണം, ആൾക്കാർക്ക് പ്രോഡക്റ്റ് ബിലീഫ് ഉണ്ടായിരിക്കണം, ആൾക്കാർക്ക് ബിസിനസ് പറഞ്ഞു കൊടുക്കണം, ആൾക്കാർക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യിക്കണം, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഇൻകം വരണം. പതുക്കെ ബിലീഫായി വരുള്ളൂ. അപ്പൊ എഫേർട്ട് കൂടുതലാണ്. അങ്ങനെ പതുക്കെ പിന്നീട് എഫേർട്ട് കുറഞ്ഞു. നമ്മളിവിടെ കുറച്ച് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ TC DTC ഒക്കെ ആയി. കുറച്ച് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തു. ചെറിയ വരുമാനമൊക്കെ തുടങ്ങി ഒരു ടീമൊക്കെ ആയി. കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ STC ആയി. 3ാമത്തെ വര, ചുമന്ന വര STC ആയി. അപ്പോ നമ്മള് ടീമിൽ കുറെ DTC ATC ഒക്കെ വന്നു. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി. നമ്മുടെ പ്രവർത്തി സമയം കുറഞ്ഞു. അങ്ങനെ കുറെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു CTC, അപ്പോ പ്രവൃത്തി കുറഞ്ഞു വന്നു, ഇൻകം കൂടി വരുന്നു. കാരണം ടീമിലുള്ള ഒരുപാട് ആൾക്കാര് 20,000, 30,000, 50,000 ഒക്കെ വരുമാനം വാങ്ങിക്കുന്ന ആൾക്കാർ ടീമിൽ ക്രിയേറ്റ് ആയി. RTC NDC ഒക്കെ ക്രിയേറ്റ് ആയി. അങ്ങനെ അവരവരുടെ വരുമാനത്തിന് വേണ്ടി അവർ 2,14,000 അടിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോൾ ITC ആയി. നോ വർക്ക് ഒൺലി ഇൻകം. ഹലോ, നോ വർക്ക് ഒൺലി ഇൻകം.
സിംപ്ലി സിറ്റിംഗ് ആൻഡ് ഈറ്റിംഗ് സ്ലീപ്പിംഗ് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ തുടക്കത്തില് സിംപ്ലി സിറ്റിംഗ് ഈറ്റിംഗ് ഒക്കെ ആണെങ്കിൽ നത്തിങ് വിൽ കം, ഒന്നും വരൂല്ല ബുധനാഴ്ച. ഇതിന് പണ്ട് മുതലൊരു പഴഞ്ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്തെ ആരോഗ്യമുള്ള സമയത്ത് ഈ ഇൻഡസ്ട്രിയുടെ നല്ല സമയത്ത്, ഇപ്പൊ നല്ല സമയമാ, ഈ സമ്പത്ത് കാലത്ത് കൈവത്ത് വെച്ചാൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ആപത്ത് കാലത്ത് ഈ പച്ച ലൈൻ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ കാപത്ത് തിന്നാം. അതാണ് നമ്മുടെ ആരാ പറഞ്ഞത്, ഫസ്റ്റ് ഡേ ട്രെയിനിങ് എടുത്ത നമ്മുടെ സാറ് പറഞ്ഞത്, മനോജ് സാർ. ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഹൈബ്രിഡ് തെങ്ങൊന്നും വാങ്ങി വെക്കരുത്, ഒരു നാടൻ തൈ വാങ്ങിച്ച് വെച്ചോ. അത് കായ്ഫലം തരുമ്പോ അതിനകത്തൊന്നും കായ്ഫലം തരുമ്പോ ഇവിടെയും 2-10 കിട്ടും. അല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ തേങ്ങ വേണോന്ന് തോന്നിക്കഴിഞ്ഞ് ഇപ്പൊ തന്നെ കായ്ഫലം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ അത് പൊക്കി നോക്കിയിട്ട് തിരിച്ചു പിടിച്ചാൽ മതി, ഒരു തേങ്ങ കിട്ടും. അത് മിക്കവാറും വെടലയായിരിക്കും, വെടലയോ പൊങ്ങോ എന്നൊക്കെ പറയത്തില്ലേ ആ സാധനം. അപ്പൊ ഇപ്പൊ എന്താണ്, വർക്ക്, നോ ഇൻകം, വർക്ക് ചെയ്ത് വലിയ ടീമിനെ കട്ട് ചെയ്യുമ്പം നോവർക്ക് ഇൻകം, ഒൺലി സ്ലീപ്പിങ്, ഡ്രിങ്കിങ്, ഈറ്റിങ്, ട്രാവലിങ് എല്ലാം. സോ അതാണ് ട്രൂ വെൽത്ത് എന്ന് പറയുന്നത്. ഈ പച്ച വരെ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ട്രൂ വെൽത്ത് എന്ന് പറയുന്നത്. എന്താണ് ട്രൂ വെൽത്ത്? സമയമുള്ളവന്റെ പൈസ ഇല്ല, പൈസ ഉള്ളവന്റെ സമയമില്ല. ഇവിടെ ആവശ്യത്തിന് സമയവും ആവശ്യത്തിന് പൈസയും. അതാണ് പച്ച വരെ കംപ്ലീറ്റ് ആയിക്കോട്ടെ കിട്ടാട്ടി സെൻഗ്രാഫ്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ഇനിഷ്യൽ സക്സസ് കിട്ടാതെ വരുമ്പോ ഫെയിലിയർ വരുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. അപ്പൊ എഫോർട്ട് കുറയും. പൊങ്ങി പോണോണ്ടോ, ചുമല വരെ താഴത്തോട്ട് പോവും, പച്ചവര മേളിലോട്ട് പോവും. എഫോർട്ട് ഇല്ല, ഇൻകം മാത്രവും. നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ദേ വിൽ ഇഗ്നോർ യു നൗ. അവർ നിങ്ങളെ നിരാശപ്പെടുത്തിയേക്കാം, നിങ്ങളോട് സഹകരിച്ചില്ലെന്ന് വരാം. പക്ഷേ തളരരുത്, മുമ്പോട്ട് തന്നെ പോവുക. ട്രെയിനിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് മുമ്പോട്ട് പോവുക. ട്രസ്റ്റ് മീ, ഞാൻ പറയും, നിങ്ങൾ വിശ്വസിക്കുക. ദേ വിൽ നീഡ് യു ലേറ്റർ. നിങ്ങളെ ആവശ്യമായിട്ട് അവർക്ക് നാളെ വരും. അതുപോലെ ഒരു വടവൃക്ഷം പോലെ നിങ്ങൾ വരും. എല്ലാവർക്കും ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിലൂടെ വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദിസ് ഈസ് നിതിൻ ബാബു ടി, കോണ്ടിനെന്റൽ ടീം കോർഡിനേറ്റർ. I am signing off. Thank you. Good night. Thank you, sir. Thank you for a valuable presentation. പറയാൻ വാക്കുകളില്ല സാറിന്റെ ഒരു പ്രസന്റേഷൻ. ശരിക്കും ഈ ബിസിനസ് തുടങ്ങിയ അവസരത്തിൽ ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ ഒരു വലിയ മോട്ടിവേഷൻ തന്നുകൊണ്ടിരുന്ന ഒരു ട്രെയിനറായിരുന്നു നിതിൻ ബോസ്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് യാതൊരു കുറവ് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ഏകദേശം 600 പുറത്ത് ആൾക്കാരുണ്ട്. നമുക്ക് ഈ ഒരു സെഷൻ തുടങ്ങിയത് 7 മണിക്കാണ്. ഇപ്പൊ ഏകദേശം 9 മണിയോളായി. 2 മണിക്കൂറായിട്ട് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ 2 മണിക്കൂറായെന്നുള്ളത്? അത്രയും ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് വളരെ പവർഫുൾ ആയിട്ടും പ്രസന്റ് ചെയ്തതാണ് നമ്മുടെ CTC ലീഡറായിട്ടുള്ള നിതിൻ ബാബു സാർ. സാറിന് നമ്മളെല്ലാവരും സൂം മീറ്റിംഗാണ് ഇരിക്കുന്നെങ്കിൽ പോലും ഇപ്പൊ ഒരു വേദിയിലായിരുന്നുണ്ടെങ്കിൽ നിറഞ്ഞ കൈയടിയായിരുന്നു ആ ഹോളിൽ നിറച്ച്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിൽ നിന്നും നല്ലൊരു കൈയടി തന്നെ നിതിൻ ബാബു സാറിന് കൊടുക്കണം. സാർ വളരെ 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 എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് സാർ. സാർ എല്ലാ സ്കോപ്പ് ഓഫ് ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞു. ഒരു ഡയറക്ട് സെല്ലറിങ് താങ്ക് യു സാർ. ഒരു ഡയറക്ട് സാർ ഒരു പ്രോഗ്രാം സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് അതിനൊരു വൈൻഡ് അപ്പ് സെഷൻ പറയാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു ഭാഗ്യം വരുന്നില്ല. ശരിക്കും ഒരു ഡയറക്ട് സെല്ലർ എങ്ങനെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് മാറുന്നു എന്ന് ശരിക്കും സാറിന്റെയൊക്കെ ഫസ്റ്റ് സാറ് പഗോഡയിലൊക്കെ ട്രെയിനിങ് സെഷൻസ് ഒക്കെ എടുക്കാൻ വരുമ്പോഴത്തേക്ക് സാറിന്റെ ആ ഒരു റെഡ് കളറിലെ ജീപ്പ് കോമ്പസ് ആയിരുന്നു ശരിക്കും ഞങ്ങളൊക്കെ ആദ്യത്തെ ഒരു മോട്ടിവേഷൻ. ഇപ്പോഴും അത് തന്നെ ശരിക്കും അത് വരുമ്പോഴത്തേക്ക് തന്നെ കാണാം എല്ലാം മൊത്തം പൊടി പിടിച്ച് ആകപ്പാടെ ഇങ്ങനെ ചെളി പിടിച്ചാൽ. അപ്പൊ സാറ് പറയുന്നത് വലിയൊരു യാത്ര കഴിഞ്ഞാൽ കാര്യം ആ ഒരു ജീപ്പ് കോമ്പസിന് ശരിക്കും പറഞ്ഞാൽ എനിക്കൊന്ന് റെസ്റ്റ് എന്നുള്ള സംഭവം കിട്ടിയിട്ടുള്ളത്. അത്രത്തോളം ശരിക്കും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല സ്റ്റേറ്റിലും കടന്നു ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. വളരെ വിശദമായിട്ടാണ് സാർ ആ 4 hours ഇതൊക്കെയാണ് നമ്മുടെ ടീമിൽ നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ എടുക്കേണ്ട സിസ്റ്റത്തിൽ എടുക്കേണ്ട 4 hours 7 steps to success വളരെ വിശദമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു സാധാരണക്കാരനും കാര്യം അത് ഒരു ബുക്കും പേനൊക്കെ വെച്ച് എഴുതി എടുത്തിട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വളരെ വാല്യൂബിൾ ആയിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സാറ് പറഞ്ഞ ഇന്നൊരു വാക്ക് വളരെ മനസ്സിൽ കൊണ്ടിട്ട ഒരു വാക്കാണ്. ടുഡേ ഇസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ് എന്ന് പറഞ്ഞത്, യുവർ ലൈഫ് എന്ന് പറഞ്ഞത്. കാര്യം നമ്മൾ ആ രീതിയിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മുടെ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ പ്രവർത്തിക്കാൻ. കാര്യം നാളെ നമ്മൾ ഇത്രയും പ്രതിസന്ധിയുള്ള കാലത്ത് പോലും
നമ്മൾ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു സൂം മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഏകദേശം അറൌണ്ട് 900 പീപ്പിളിന് മേളിലായിരുന്നു. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ വൈൻഡ് അപ്പ് സെഷൻ ആണെങ്കിൽ പോലും 600 പുറത്ത് ആൾക്കാരുണ്ട്. 550%. ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഒരു ബിസിനസിന്റെ സക്സസിലേക്ക് ആദ്യത്തെ ചുവടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ ചുവട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത എല്ലാ പുതിയ ലീഡർമാർക്കും, എല്ലാ പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാർക്കും ടീം GCയുടെ പേരിലും ടീം സൃഷ്ടി ഗ്ലോബൽ ടീം GCയുടെ പേരിൽ എല്ലാ ഹാർദമായിട്ട് സ്വാഗതം, കോൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട നിതിൻ ബാബു സാറിന് ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സെഷൻ പ്രസന്റ് ചെയ്തതിന് നമ്മുടെ ടീം GCയുടെ പേരിലും നമ്മുടെ കമ്പനിയുടെ പേരിലും ഹാർദമായിട്ട് തന്നെ ആശംസകളും കോൺഗ്രാറ്റുലേഷൻസും താങ്ക്സും പറയാണ് സാർ. ഇനിയും സാറിന്റെ വാല്യുബിൾ ആയിട്ടുള്ള വളരെ വാല്യുബിൾ ആയിട്ടുള്ള സെഷൻസുകൾ ഇനി ഭാവിയിലും നമുക്ക് കിട്ടാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രതിസന്ധി കാലം മാറിയിട്ട് നമുക്ക് സാറിന്റെ സെഷൻസ് ഫിസിക്കലി ആയിട്ട് നേരിട്ട് കാണാനും, ഒരു വേദിയിൽ ഇരുന്ന് കേൾക്കുമ്പോഴാണ് സാറിന്റെ ഒരു പ്രസന്റേഷന്റെ ശരിക്കും ആ പൂർണ്ണത മനസ്സിലാവുന്നത്. ഒരു മൈക്ക് പോലും ഇല്ലാതെ ഫുൾ സൗണ്ടിൽ സംസാരിക്കുന്ന കേൾക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു പവർ ആണ് നമുക്ക് ആ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരാൻ വേണ്ടി. താങ്ക് യു സാർ, താങ്ക് യു ഫോർ എ വണ്ടർഫുൾ പ്രസന്റേഷൻ. അതിൽ ഉപരിയായിട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ ഈ ഒരു സെഷൻ, ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള സെഷൻ മനസ്സിലാക്കി അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും പഠിക്കാനുമായിട്ട് വന്നിരുന്ന എല്ലാ ബഹുമാനപ്പെട്ട ലീഡർമാർക്കും ടീം GCയുടെ പേരിൽ ഹാർദമായിട്ട് തന്നെ താങ്ക്സ് പറയാണ്. നിങ്ങളാണ് ശരിക്കും ഈ ഒരു സെഷൻസ് വിജയകരമായിട്ട് മാറ്റുന്നത്. അടുത്ത ശനിയാഴ്ച നമുക്ക് ടീം GCI ഇതുപോലെ GCIയിലുള്ള പവർഫുൾ ലീഡേഴ്സിനെയാണ് അടുത്ത സെഷൻസിലേക്ക് നമുക്ക് ശനിയാഴ്ച നമുക്ക് വളരെ വാല്യുബിൾ ആയിട്ട് വരാമാണ്. സാർ പറഞ്ഞ പോലെ ട്യൂസ്ഡേ വരുന്ന ഹിസ്റ്ററി എന്നുള്ള ഒരു സെഷൻ ഈ ആഴ്ച വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഡബിൾസ് ITC ലീഡറായ ബെൽനി സാറാണ്. ഒരു കാരണവശാലും ഒരു സെഷൻ മിസ് ചെയ്യരുത്, എല്ലാവരും അറ്റൻഡ് ചെയ്യണം. വൺസ് അഗൈൻ താങ്ക്സ് ടു നിതിൻ ബാബു സാർ ഫോർ എ വണ്ടർഫുൾ ആൻഡ് വാല്യുബിൾ പ്രസന്റേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സാർ, താങ്ക് യു ഫ്രം ടീം GCI ആൻഡ് എവ്രി വൺ ഹിയർ. താങ്ക് യു ഫോർ എവ്രി പാർട്ടിസിപ്പൻസ്. താങ്ക് യു സാർ.